ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന സെക്രട്ടറി LSGI മെയിൻസിൻ്റെ പേപ്പർ 2 കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. നമ്മൾ പ്രൊവിഷണൽ കീ വരുന്നത് വരെ വെയിറ്റ് ചെയ്തതായിരുന്നു. PSC എന്തെല്ലാമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ദാറ്റ് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും, നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് വെൻ വി ആർ സ്റ്റഡിയിങ് നമുക്ക് എന്ത് വേണം, നമുക്ക് പ്രിലിംസ് മാത്രം മനസ്സിൽ കണ്ടാൽ പോരാ, മെയിൻസ് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എങ്ങനത്തെ എക്സാം ആയിരുന്നു, വളരെ ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. 43 മറ്റെയാണ് മെയിൻസിൽ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. നോക്കൂ, അത്രയും കുറവ് കട്ട് ഓഫ്. അപ്പോൾ LSGI മെയിൻസ് നിങ്ങൾ സെക്കൻഡ് പേപ്പർ നോക്കിയാൽ സ്പെഷ്യൽ ടോപ്പിക്കാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. റൂറൽ, ഇപ്പോൾ സെക്രട്ടറി LSGI ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയത് കാരണം അവിടെ വന്നിരിക്കുന്ന എന്തിനെക്കുറിച്ചാണ്, റൂറൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കൂടുതലും ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്നാണ് വരുന്നത്, അല്ലെ? അർബൻ ഗവൺമെൻറ്, റൂറൽ ഗവൺമെൻറ്, അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അങ്ങനെയുള്ള വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. സെക്രട്ടറി അസിസ്റ്റൻ്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു സൂചന മനസ്സിലാക്കലാണ് ഈ പേപ്പറിൻ്റെ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേ കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ പിന്നെയും പഠിച്ചു വെക്കേണ്ട ആവശ്യമല്ല നിലവിലുള്ളത്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഹൗ വി ക്യാൻ അപ്ലൈ ദ സെയിം തീം ഇൻ ടു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈകിയ വേളയിലും നമ്മൾ ഈ പേപ്പർ 2 ഡിസ്കഷൻ നമ്മളിവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു, എങ്ങനെയാണ് ഓരോ ടോപ്പിക്കുകളെയും ടച്ച് ചെയ്യുന്നത്, PSC എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. വലിയ ഡിസ്കഷൻ അല്ല, ചെറിയ ഡിസ്കഷനാണ്. എന്നാൽ കുറച്ച് വലുപ്പമുണ്ട്, 100 ചോദ്യങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് വലുപ്പം ഇല്ലാണ്ട് നമുക്ക് എല്ലാം പറഞ്ഞ് പോകാനും പറ്റില്ല. ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നതിന്, നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. 2 കാര്യങ്ങൾ എനിക്ക് LSGI എക്സാമിനേഷൻസിനെ കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് പറയാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ പറയുക, പേഴ്സണൽ ഒപ്പീനിയൻസ് ആർ നോട്ട് ദാറ്റ് ഹ്യൂജ് എന്ന് പറയും. സ്റ്റിൽ നമ്മൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയൻസ് ആണല്ലോ അവസാനം വലിയൊരു തീരുമാനമായി മാറുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, മലയാളത്തിലേക്കുള്ള ഈ എക്സാമിലെ മലയാളം സൈഡാണ്. അതായത് ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാകും, മലയാളത്തിലും ചോദ്യം ഉണ്ടാകും. ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിൻ്റെ ജസ്റ്റ് ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ പോലെ മാത്രമാണ് മലയാളം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് പലപ്പോഴും ഇങ്ങനെ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ അതിൽ അർത്ഥങ്ങളൊന്നും ശരിയാവുന്നില്ല. അർത്ഥമൊക്കെ ചോർന്നു പോയിട്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ് പലപ്പോഴും ഇപ്പുറത്ത് കിട്ടുന്നത്. മലയാളം മാത്രം വായിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും ചോദ്യത്തിൻ്റെ ചിലയിടങ്ങൾ, എല്ലാ ചോദ്യങ്ങളും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചില ചോദ്യങ്ങളിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചു നോക്കേണ്ട ഭാഗങ്ങളിൽ കുറേ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് പരിഗണിക്കുക. എന്തെങ്കിലും ഒരാൾ ഇഷ്യൂ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് നിലനിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് പരിഗണിക്കുക എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടും നമ്മൾ കൂട്ടുകാർ മലയാളത്തിൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ചിലരെങ്കിലും അതിലുണ്ടാകും. അവർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇംഗ്ലീഷിൽ കൂടി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനിത് വിശദമായിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും ഒക്കെ അത് കണ്ടിട്ടുണ്ടാകും. ഇംഗ്ലീഷിൽ കൂടി ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങളെ ചിലപ്പോൾ എന്ത് ചെയ്യും, 2 or 3 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ തരും. നോക്കൂ, പലപ്പോഴും റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നതോ നമ്മൾ അപ്പോയിൻമെൻറ്റ് വരെ നടക്കുന്നതോ 2 or 3 മാർക്ക് വ്യത്യാസത്തിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ എബിലിറ്റി, ഇംഗ്ലീഷിൽ കൂടി ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പേപ്പർ 2 എനിക്ക് തോന്നിയത് പല ടോപ്പിക്കുകളും അവർ പ്രോപ്പർലി കവർ ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. രവീന്ദ്രനാഥ ടാഗോർ എന്നും മഹാത്മാഗാന്ധി എന്നും വളരെ സ്പെസിഫിക്കലി റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് അവർ തന്നിട്ട്, തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ 3 ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലേ? ശ്രീനികേതൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോറിലും, മഹാത്മാഗാന്ധിയുടെ ആണെങ്കിൽ ട്രസ്റ്റിഷിപ്പ്, നായ്തലീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഭാഗങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട്. റൂറൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ഗാന്ധിയുടെ കിടക്കുന്ന കൺസെപ്റ്റുകൾ, ഇൻഡസ്ട്രിയലൈസേഷനെ സംബന്ധിച്ച് ഗാന്ധിയുടെ കൺസെപ്റ്റുകൾ, അങ്ങനെ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആകെ കൂടി ചോദിച്ചത് 1932 തുടങ്ങിയിട്ടുള്ള ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് എന്ന തലത്തിലേക്ക് തുടങ്ങിയിട്ടുള്ള ആ ഭാഗത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്നല്ല, അതും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇഷ്യൂ ഈസ് ലൈക്ക്
ഇത്രയധികം വിശദമായൊരു സിലബസിൽ ഈ 2 പേരുകളും തന്നിട്ട് മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക നാഷണൽ മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിട്ട് മാത്രം ഇതിനെ ഒതുക്കുന്നതൊക്കെ എന്തിനാണെന്ന് മനസ്സിലായിരുന്നില്ല. എഗെയിൻ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ PSC മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറുക എന്നത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. നമ്മൾ വെറുതെ തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ സമയം പോകുമെന്നല്ലാണ്ട് വേറെ വഴിയില്ല. വാട്ട് വി ഷുഡ് ഡു ഈസ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്. ഓരോ ടോപ്പിക്കുകളും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ചിലത് ഒഴിവാക്കി പോകാമെന്ന് പറ്റില്ല. കാരണം ആ ടോപ്പിക്കുകളിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ വരികയും ചില ടോപ്പിക്കുകൾ മൊത്തത്തിൽ എന്താണ് വരാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള രീതികളും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ കഴിഞ്ഞ LSGA പരീക്ഷയിലേക്ക് ഒന്ന് കടക്കാം. അതൊന്ന് വിശദമായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതനുസരിച്ച് നമുക്ക് അടുത്ത വരാൻ പോകുന്ന എക്സാമുകളിലേക്ക് സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഇംഗ്ലീഷിൽ കൂടി ചോദ്യങ്ങൾ വായിക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ എല്ലാ എക്സാമുകളുടെയും ഇംഗ്ലീഷിൻ്റെ ഭാഗം കൂടി ഒന്ന് വായിച്ച് തുടങ്ങിയാൽ നല്ലതായിരിക്കും. നോക്കൂ, അത് നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷ് 20 മാർക്കിന് പ്രിലിംസിൽ വരുന്നുണ്ട് അല്ലേ, 10 മാർക്കിന് മെയിൻസിൽ വരുന്നുണ്ട്. ആ ഭാഗത്തും നിങ്ങൾ ഇംഗ്ലീഷുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യുമ്പോൾ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, ഈ തുടക്കത്തിലെ ഭാഗങ്ങൾ പൊളിറ്റിയുടെ ഭാഗങ്ങളൊക്കെ വളരെയധികം ഈസി ആയിട്ടുള്ള ഭാഗങ്ങളായിരുന്നു. ഓക്കെ, ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ. ഒരാൾ പൊളിറ്റി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണിത് മൊത്തം. അതുകൊണ്ട് ഞങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ബിക്കോസ് ദീസ് ആർ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതെല്ലാം നമ്മൾ പൊളിറ്റി ഒരാൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നോക്കൂ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട്? നമ്മൾ മോഡൽ മോക്ക് ടെസ്റ്റുകളിൽ പറഞ്ഞിരുന്നു നോട്ട് എന്നാണോ അതോ റൈറ്റ് എന്നാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ആദ്യ ചോദ്യം തന്നെ നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് നോമിനേറ്റഡ് ബൈ, വിച്ച് എമംഗ് എന്നല്ല ഹൂ എമംഗ് ദ ഫോളോയിങ് ആണ് വേണ്ടത്. ശരി പോട്ടെ, അതൊക്കെ നോക്കാതെ തന്നെ ശരിയാവില്ല. നോമിനേറ്റഡ് ബൈ ദ ലോർഡ് കാനിങ് ടു ദ കൗൺസിൽ ഇൻ 1862. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? കൗൺസിൽസ് ആക്ടുകൾ വന്നിട്ടുണ്ട് അല്ലേ. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് തുടങ്ങുന്നുണ്ട് അല്ലേ. 1861 വരുന്നുണ്ട്, 92 വരുന്നുണ്ട്, പിന്നെ ഏത് വരുന്നുണ്ട്? 1909 അല്ലേ മോർലി മിൻഡോ റിഫോംസ് ഉണ്ട്. 3 പ്രധാനപ്പെട്ട കൗൺസിൽസ് ആക്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ബജറ്റിന്റെ ഈ 61 മുതൽ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് നമുക്കറിയാം അല്ലെ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഭാഗമാണ് ഏത്? ഈ ഒരു 3 പേരെ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തുന്നു അല്ലെ. അതിലില്ലാത്ത ആളാരാണ്? തീർച്ചയായിട്ടും മഹാരാജാവ് ഓഫ് മൈസൂർ ആണ് ഇല്ലാത്തത്. ഇതാണ് ആൻസർ അല്ലെ. ബേസിക് കാര്യമാണ്. ഈ 3 പേരൊക്കെ നമ്മൾ പഠിക്കാണ്ട് നമ്മൾ പൊളിറ്റി പഠിച്ച് പോവാറില്ല നമ്മൾ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത ചോദ്യം? വിച്ച് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് എ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്? ബേസിക് കാര്യമല്ലേ. നമ്മൾ ഈ പറഞ്ഞു വന്ന കൗൺസിൽസ് ആക്ടിൽ 909 എത്തുന്നു നമ്മൾ അല്ലേ. അപ്പോൾ 1909 ഏതാണ്? മിൻറ്റോ മോർലി റിഫോംസിലാണ് എന്ത് ചെയ്യുന്നത്? 909 എന്ന് പറയുന്ന ഈ വർഷമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ടറേറ്റ്സ് ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ മിൻറ്റോ മോർലി റിഫോംസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മളുടെ വൈസ്രോയി ഏത് പേരിൽ പിന്നീട് അറിയപ്പെടുന്നുണ്ട്? വൈസ്രോയി ഫാദർ ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അല്ലേ. ഫാദർ ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് എന്നൊക്കെയാണ് പിന്നീട് നമ്മുടെ വൈസ്രോയി ആ സമയത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ അതും നമുക്ക് എന്താണ് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. മൂന്നാമത്തെ നോക്കൂ, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ ഡയാർക്കി സിസ്റ്റം അല്ലേ. എന്താണ് ഡയാർക്കി സിസ്റ്റം? നമുക്കറിയാം അല്ലേ. ഒരു പ്രൊവിൻസുകളിലേക്ക് അല്ലെ 1919 ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ. ഈ 19 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണമെന്ന് പലതും പറയാറുണ്ട് അല്ലെ. രണ്ട് അല്ലെ, 2 19 അല്ലെ. അപ്പൊ ഇതിൽ എന്തൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്? ബൈക്യാമറൽ സിസ്റ്റം വരുന്നു അല്ലെ. ബൈക്യാമറൽ എന്ന് വെച്ചാൽ 2 ഹൗസുകൾ അല്ലെ. നമ്മളുടെ ഇപ്പോഴത്തെ ലോക്സഭ രാജ്യസഭ. അപ്പോൾ ബൈക്യാമറൽ സിസ്റ്റം വരുന്നു എന്ന കാര്യം നമുക്ക് എന്താണ് അറിയാം കൃത്യമായിട്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലിസ്റ്റ് എന്നും പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നും 2ആയി തിരിക്കുന്നു അല്ലെ. ഇനി ഈ പ്രൊവിൻസുകളിലേക്ക് പോയ സബ്ജക്റ്റുകൾ എന്താണ്? റിസർവ്ഡ് സബ്ജക്റ്റുകൾ എന്നും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകൾ എന്നും തിരിക്കുന്നു. ഈ ഇങ്ങനെ റിസർവ്ഡ് ട്രാൻസ്ഫേർഡ് എന്ന് തിരിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ പറയുന്നത്? ഡയാർക്കി സിസ്റ്റം എന്ന പേരിൽ നമ്മൾ അറിയപ്പെട്ടിരുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതല്ലേ. അപ്പൊ ഡയാർക്കി സിസ്റ്റം ഏത് സമയത്താണ് വരുന്നത്? 1919 ആക്ടിൽ. 1919 ആക്ട് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മോണ്ടേഗു ചെംഫോർഡ് ആക്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഇറ്റ്സ് ബേസിക്. സോ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കൂ, ഹു സെഡ് ദാറ്റ് സ്വരാജ്യ ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ അക്വയർ ഇറ്റ്? പണ്ട് മുതലേയുള്ള വാചകം അല്ലേ, ബാലഗംഗാധര തിലകൻ. ഇൻ വിച്ച് ഹൗസ് ഡിഡ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ഇൻട്രൊഡ്യൂസ്? നോക്കൂ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലാണ് അല്ലെ. അപ്പൊ അത് എന്താണ്? ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും ഉണ്ട് അല്ലെ. ഇതാണ് രാജ്യസഭയ്ക്ക് തത്തുല്യമായിട്ടുള്ളത് അല്ലെ. ഹൗസ് ഓഫ് ലോർഡ്സ് അല്ലെ, സീനിയേഴ്സ് എന്ന തരത്തിൽ. ഹൗസ് ഓഫ് കോമൺസ് ഏതാണ്? നമ്മുടെ ലോക്സഭയുടെ മോഡൽ അല്ലെ. അപ്പൊ ഈ ഊഹത്തിലാണ് ഇത് എഴുതേണ്ടത്. അറിയില്ലെങ്കിൽ ഞാൻ പറയണം, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഊഹത്തിൽ മതി. ഇത്തരത്തിലുള്ള ബില്ലുകൾ, പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ എവിടെയാണ് വരിക? ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഭരിക്കുന്നത് ആരാ?
കോമൺസ് അല്ലെ, ലോക്സഭയിലേക്ക് പോകുന്ന എം പിമാരല്ലേ അധികവും എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. രാജ്യസഭയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ലോക്സഭയാണ് എന്ത് ചെയ്യുന്നത്. ഈ ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറിയില്ലെങ്കിൽ പോലും ഈ ലോജിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഇതിനെ കണക്കാക്കാം. അടുത്ത നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ, ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അംബേദ്കർ ബിലീവ്ഡ് ദാറ്റ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് എക്കണോമിക് ഡെമോക്രസി. തീർച്ചയായിട്ടും അല്ലേ, നമുക്കറിയാം അല്ലേ, DPSPs അവതരിപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എന്താ പറയുക ആ ട്രിനിറ്റിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും അദ്ദേഹം വളരെ ഉറച്ചു വിശ്വസിച്ചിരുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തുടർച്ചയായി പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഏത് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ജനാധിപത്യം എന്നുള്ള തലം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, എക്കണോമിക് ഡെമോക്രസി ആവശ്യമാണ്, സോഷ്യൽ ഡെമോക്രസി ആവശ്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ്, ഇത് തന്നെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വെറുതെ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ. നെഹ്റുവിനെ കുറിച്ചും സുഭാഷ് ചന്ദ്രബോസ് ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലെ, തെറ്റായിരിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൽ വലിയ ചർച്ചകൾ വേണമെന്ന് തോന്നുന്നില്ല. അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്തിലേക്ക് നയിച്ച പ്ലാൻ ആയിരുന്നു, 1946 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച വരവായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ വരവ് അല്ലെ. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷനിൽ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള 3 പേര് ആരൊക്കെയായിരുന്നു, ലോർഡ് പെത്തിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ അല്ലെ. പൊളിറ്റിയിലെ ബേസിക് കാര്യങ്ങൾ തന്നെയാണത്. അപ്പോൾ ലോർഡ് വില്യം ബെനഡിക്ട് ആണ് ഇല്ലാത്തത്. സോ നമ്മുടെ ആൻസർ ഇതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വന്ന് കണ്ടിട്ട് ഇത്ര ഈസി ആണോ എക്സാം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ എനിക്കിത് വായിച്ചു തുടങ്ങിയിട്ട് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ദൈവമേ ഇവിടെ എളുപ്പമാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് മിക്കവാറും നമ്മളെ പൂട്ടും എന്ന ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ചിലർക്കെങ്കിലൊക്കെ അത് തോന്നിയിട്ടുണ്ടാവും. ഇത്രയും നല്ല തുടക്കമാണെങ്കിൽ കുറച്ചങ്ങോട്ട് പോയാൽ പ്രശ്നമാവുമല്ലോ അല്ലേ. ഇനി 8ാമത്തേതാ, ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വെൻ ജാലിയൻ വാലാബാഗ് മസാക്കർ ടുക്ക് പ്ലേസ്. ഇതെന്താ, ഇത് ചോദ്യം എന്താ ശരിക്കും കൂട്ടുകാരെ, ചോദ്യം എന്താ, ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്ന വർഷം നിങ്ങൾക്ക് അറിയുമോ എന്നത് മാത്രമേ ഇവിടെ വിഷയമുള്ളൂ. 1919 നടക്കുന്നത് എന്നറിയുമ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്ത് ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ടുള്ളതല്ലേ നമ്മൾ. ഏതാണ്, ഡയാർക്കി സിസ്റ്റം ഏതിൽ വന്നു, എപ്പോഴാണ്, 1919 ആക്ടിലാണ് വന്നിരിക്കുന്നത്. അത് മൊണ്ടേഗു ചെംഫോർഡ് ആണ് എന്നുണ്ടെങ്കിൽ ലോർഡ് ചെംസ്ഫോർഡ് ആണ് എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയില്ലേ ആ സമയത്ത് വൈസ്രോയി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കണക്ഷനെ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുള്ളൂ, അല്ലാണ്ട് എന്തില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ജാലിയൻ വാലാബാഗിന്റെ 1919 എന്ന വർഷം കിട്ടുകയാണെങ്കിൽ ലോർഡ് ചെംസ്ഫോർഡ് ആണ് എന്ന കാര്യം നമുക്ക് അവിടെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ഡിഡ് ഗാന്ധി ഫോം ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് അല്ലെ. നമ്മൾ അത് നമ്മളുടെ റൂറൽ ഡെവലപ്മെന്റിന്റെ ആ ഭാഗത്ത് ഗാന്ധിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഭാഗം പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. 1932. ശരിക്കും ഗാന്ധിയെക്കുറിച്ച് വളരെ നല്ല ചോദ്യങ്ങൾ എക്സ്ട്രാ നായത്തലീമോ ട്രസ്റ്റിഷിപ്പോ അല്ലെ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ആശ്രമത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള എന്താ പറയുക തുടക്കത്തിന്റെ കാര്യങ്ങളോ അങ്ങനത്തെയൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു. അങ്ങനെ ചോദ്യങ്ങളൊന്നും വന്നില്ല, ദൗർഭാഗ്യമായിരുന്നു. നമ്മൾ ഒരുപാട് സമയം അതിൽ പഠിപ്പിച്ചൊക്കെ പോയതായിരുന്നു അല്ലെ. പോട്ടെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇത് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ചിലതൊക്കെ കളയാൻ പറ്റും അല്ലെ. ഡു ഓർ ഡൈ നമുക്ക് കളയാൻ പറ്റും അല്ലെ. ദ ഹോൾ യൂണിവേഴ്സ് ഈസ് വൺ ഫാമിലി, വസുദേവ കുടുംബക്കൊക്കെ ആ സമയത്ത് ഉണ്ടാവും. അങ്ങനെ ഇല്ല, അതല്ല നാഷണൽ ആർമിക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ രീതി അങ്ങനെയല്ല. സോ വി കം ഡൗൺ ടു 2 things, യൂണിറ്റി, ഫെയ്ത്ത്, സാക്രിഫൈസ്. യൂണിറ്റി, ഫെയ്ത്ത്, അക്വയർ അല്ലെ. അപ്പൊ അക്വയർ ഒരുമാതിരി എന്ത് വേർഡാകും, യൂണിറ്റിയും ഫെയ്ത്തും പോലും ഒരുപോലെ. ഈ സാക്രിഫൈസ് ആണോ അക്വയർ ആണോ നടക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്താ പറയുക, നിങ്ങളുടെ രക്തം എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അല്ലെ. യു ഡു ദ സാക്രിഫൈസ്, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച ഒരാൾ എന്ന രീതിയിൽ നമുക്ക് ഊഹിച്ച് തന്നെ ഏതാണ് യൂണിറ്റി, ഫെയ്ത്ത്, സാക്രിഫൈസ് എന്ന് എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കിത് കൃത്യമായിട്ട് ഇത് തന്നെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഊഹിച്ചതായിരുന്നു എ എന്ന് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റി, ഫെയ്ത്ത്, സാക്രിഫൈസ് എന്ന കൂട്ടുകാർക്കും ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത എന്താ, ഹൂ formed the organization named Servants of Indian Society. ഏതാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ. ഫേമസ് ആണ്. ഇനി അതല്ല അറിയില്ലെങ്കിൽ കേരള ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന സമയത്ത് കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തായിട്ട് നമ്മൾ NSS ഇല്ലേ, നമ്മളുടെ സാമൂഹിക സംഘടനകൾ രൂപീകരിച്ച ഭാഗത്ത് NSS രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താണ് പരാമർശിക്കുന്നുണ്ട്. NSS ഏതിന്റെ മോഡലിലാണ് രൂപീകരിച്ചത്, NSSന്റെ മുൻപുള്ള NSSന്റെ ഒരു എന്താ പറയുക മുൻഗാമി എന്ന തലത്തിൽ വന്നിട്ടുള്ള സംഘടനയുടെ ഏത് പേരിലാണ് ഏത് രീതിയിലാണ് ഈ NSS രൂപീകരണം അവർ വിചാരിച്ചത്, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ
സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മോഡലിലാണ് NSS രൂപീകരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു വാചകമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന ഭാഗം ഇങ്ങനെ കൂടി നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക, ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും എക്സാംസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് ടെമ്പററി ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? ഫേമസ് ആണ്, സച്ചിദാനന്ദ സിൻഹ. പിന്നെ ഒരു സത്യേന്ദ്ര പ്രസാദ് സിൻഹ ഉണ്ടല്ലോ, അതാരായിരുന്നു? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ആദ്യമായിട്ട് പ്രവേശനം ലഭിക്കുന്ന ആളാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഇത് സച്ചിദാനന്ദ സിൻഹ, മറ്റേത് സത്യേന്ദ്ര പ്രസാദ് സിൻഹ, രണ്ടും മാറിപ്പോകരുത്. 13-ാമത്തെയോ, വിച്ച് ഫീച്ചർ ഈസ് നോട്ട് adopted in the Indian Constitution from the Government of India Act 1935. 1935 ആക്ടിൽ നിന്ന് ഏതാണ് എടുക്കാത്തതെന്നാണ് ചോദ്യം. പ്ലൂറൽ എക്സിക്യൂട്ടീവ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്, ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താ അറിയോ, ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പോവുക. കാരണം ഏതാണ്, നമ്മുടെ വിവിധങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള എല്ലാ ഭാഗത്തും പാർലമെന്ററി സിസ്റ്റം നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് രീതികളിൽ നിന്നാണ് എന്നും, ബാക്കിയുള്ള എന്താ പറയുക കാര്യങ്ങളെല്ലാം ഡ്യുവൽ ഫോം ഓഫ് ഗവൺമെന്റ് ആകട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ഡ്യുവൽ എക്സിക്യൂട്ടീവ് എന്നുള്ള തലമാകട്ടെ, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? 1935 ആക്ടിൽ നിന്നുമാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. എനിക്ക് അറിയില്ല, ഇത് നമ്മൾ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. PSC ഉദ്ദേശിച്ചത് 1935 ആക്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ എന്താ പറയുക ഒരു ഫെഡറൽ സിസ്റ്റം ആണല്ലോ 1935 ആക്ട് വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഹയർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് ബൈ ക്യാമറൽ സിസ്റ്റം എന്ന തരത്തിലേക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് ആര് വരും? പ്രിൻസ്ലി സ്റ്റേറ്റ്സും പ്രൊവിൻസുകളും എല്ലാവരും ഒന്ന് ചേർന്ന് വരും. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഏത് രീതിയിലേക്ക്, പാർലമെന്ററി സിസ്റ്റം എന്ന തലത്തിലേക്ക് അവർ കണക്കാക്കുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചോദിച്ചു പോകേണ്ടി വരും. അങ്ങനെ മിക്സ് ചെയ്തവരെടുത്താണോ അറിയില്ല, പക്ഷെ നമ്മൾ പഠിച്ച രീതികൾ വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഏതാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ എടുത്തത് എന്ന തലത്തിലാണ് ഏത് റൂൾ ഓഫ് ലോ, പാർലമെന്ററി സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. 1935 നിന്ന് എടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്, ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ വരുന്നത്. സോ ഇവരെന്താണ് PSC ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യം ഏതാണ്? വിച്ച് വാസ് ദ ഫസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് annexed ബൈ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് പെർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണല്ലോ, സത്താര. ഹു ഇൻട്രൊഡ്യൂസ് ദ പോർട്ട്ഫോളിയോ സിസ്റ്റം? ഇത് നമ്മൾ 1861 ആക്ട് പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ആ സ്ലൈഡിൽ താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം, അതായത് ഡീസെൻട്രലൈസേഷൻ അല്ലെ. 1833 ചാർട്ടർ ആക്ട് എന്തായിരുന്നു? കംപ്ലീഷൻ ഓഫ് സെൻട്രലൈസേഷൻ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1961 മുതൽ എന്താണ് പിന്നീട് ഡീസെൻട്രലൈസേഷൻ തുടങ്ങുന്നത് അല്ലെ. 3 ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു. ബോംബെക്കും അതുപോലെ തന്നെ മദ്രാസിനും ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നു അല്ലെ. ഇങ്ങനെയുള്ള ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ കണ്ടിട്ട് പിന്നെ അതിന് അവസാനം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന്. ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് 1859 ലോർഡ് കാനിങ് ആണ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതി എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുന്നിട്ടിറങ്ങുന്നത് എന്ന് നമ്മൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഓർമ്മയില്ലേ കൂട്ടുകാർക്ക്? ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് വാസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്? നോക്കൂ, ഇത് നിങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ട് കൺഫ്യൂഷൻ ആയാലും ഒരു ലോജിക്ക് മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്താണ് നീതി ആയോഗ് എന്തിനാ വന്നേ? പ്ലാനിംഗ് കമ്മീഷന്റെ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അത് തിരുത്തണം. പ്ലാനിംഗ് കമ്മീഷൻ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആണ്. മുകളിൽ നിന്നൊരു തീരുമാനം എടുത്ത് എല്ലാം താഴത്തേക്ക് നിങ്ങൾ ഇത് ഈ പറയുന്ന പോലെ നടപ്പാക്കിക്കോ എന്നും പറയുന്നൊരു രീതിയാണ്. അതല്ല വേണ്ടത്, ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് വേണ്ടത്. ബോട്ടം അപ്പ് അപ്രോച്ച്, താഴെ നിന്നുള്ളവർക്കും കൂടി ഒരു വോയിസ് ഉള്ള പോലെ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് നീതി ആയോഗ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ രീതികൾ നീതി ആയോഗ് പിന്തുടരാൻ സാധ്യതയുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ സി ഓപ്ഷൻ നോക്കൂ, ടു പ്രപ്പോസ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഓഫ് ഗവൺമെന്റ് ഓവർ ദ 5-year പ്ലാൻസ്. 5-year പ്ലാൻസിന്റെ മേല് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നീതി ആയോഗം നിൽക്കുമോ? നീതി ആയോഗ് വന്നിട്ട് ആദ്യം ചെയ്തത് എന്തായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടലല്ലേ ചെയ്തത്. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, വരാതിരിക്കാൻ സാധ്യത. സോ സി ആയിരിക്കും നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ട്രൂ ഫോർ ദ ബംഗാൾ ഫമൈൻ? 49 എന്ന് പറയുന്നു, 49 അല്ല 43 ആണ്. സോ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എന്താണ് എൻ്റെ സ്ഥിതി? ഈ കൊല്ലം തെറ്റിയത് കൊണ്ട് അതിന് സാധ്യതകളുണ്ടോ എന്ന് അറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് ഏതാണ് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെയും ഒരു എന്ത് വരുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആൻസർ ആയിട്ട് തന്നിട്ടുള്ള ഏതാണ്? മേജർ ഡിക്ലൈൻ ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ബംഗാൾ ആൻഡ് അഡ്ജസന്റ് ഏരിയാസ് എന്നാണ്. നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന സമയത്ത് ആ സമയത്ത്
ഫുഡ് ഗ്രെയിൻ എന്താ പറയുക റിഡക്ഷൻ എന്നുള്ള കാര്യങ്ങൾ ചിലയിടങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ ബേസിക് കാരണമായി പറയുന്നത് മോർ ദാൻ ദ എന്താ പറയുക ഫുഡ് പ്രൊഡക്ഷൻ്റെ ഇഷ്യൂസിനേക്കാളും ഫുഡ് വന്നത് ഈ 43 കാലഘട്ടത്തിൽ വേൾഡ് വാർ 2 നടക്കുകയാണ്. അപ്പോൾ ബംഗാളിൽ നിന്നും മറ്റും കിട്ടുന്ന വിളകൾ കപ്പലിൽ കയറ്റിയിട്ട് ബ്രിട്ടീഷ് ട്രൂപ്പിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ബ്രിട്ടീഷ് ട്രൂപ്പുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായി കൊണ്ടുപോവുകയും അങ്ങനെ അവിടുത്തെ ഫമൈൻ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തു. അത് ഫമൈനെ രൂക്ഷമാക്കിയ കാര്യമായിട്ട് കൂടിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്കിത് എന്താ പറയുക, ഈ ഫുഡ് പ്രൊഡക്ഷൻ കുറഞ്ഞത് കാരണമാണോ ഈ ബംഗാൾ ഫമൈൻ ഇത്രയും രൂക്ഷമായത്, അതോ കിട്ടിയ കാര്യങ്ങളെല്ലാം വിളകളെല്ലാം ബ്രിട്ടീഷ് ട്രൂപ്പുകൾക്ക് വേണ്ടി അവിടെ നിന്ന് കടത്തിയത് കൊണ്ടാണോ പ്രശ്നമായത് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ താഴെ തന്നിട്ടുള്ള ഈ വാചകം വളരെ ക്ലിയറുമല്ല. എൻടൈറ്റിൽമെന്റ് ഫെയിലിയർ ഇൻഡിക്കേറ്റിംഗ് ഷ്രിങ്കിങ് ഓഫ് കളക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ആർ അവൈലബിൾ ഫോർ എ റീസൺ. ഈ ഭാഗത്തൊക്കെ എന്താണ് അവർ ആ വാചകത്തിന് അർത്ഥം പോകുന്ന പോലെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇതെന്തായിരിക്കും? ഇത് പിന്നെ ഒരു പോസിറ്റീവ് തലത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം ഇതൊരിക്കലും വരാൻ സാധ്യതയില്ല എന്ന രീതിയിൽ ഇത് ആൻസർ ആയിട്ട് കണക്കാക്കുന്നതും എന്താണ് ഒരു മാർഗമാണ്. സോ ഇതും എന്താണ് ഒരു സംശയം നിൽക്കുന്ന ചോദ്യമായിട്ട് കൂട്ടുകാർ മനസ്സിലാക്കുക. അടുത്ത നോക്കൂ, ദി ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. മറ്റൊരു കൂട്ടുകാർ കുറേയധികം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. പക്ഷേ എനിക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ആൻസർ PSC തന്ന ആൻസർ തന്നെ ആയിരുന്നു. PSC തന്നിട്ടുള്ള ആൻസർ D ആണ്. 1, 2, 4 ആർ ട്രൂ, 3 ഈസ് ഫാൾസ് എന്ന്. കുറേയധികം ആളുകൾ ഓൾ ആർ ട്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് ഓൾ ആർ ട്രൂ എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് D തന്നെയാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 3 അറിയാലോ എന്താണ്, ഇംപ്രൂവ്ഡ് ദ yield ഓഫ് വീറ്റ് അപ്രീഷിയബിളി, റൈസ് സ്റ്റാഗ്നേറ്റഡ്, അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് വീറ്റിന് ഭയങ്കരമായിട്ട് ആദ്യം എന്താ പറയുക ഒരു പുഷ് കിട്ടാണ്. സെക്കൻഡ് റൗണ്ട് ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗം വരുമ്പോഴാണ് റൈസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പിന്നെയും എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കയറി വരുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടാകുന്നത്. ഓവർ യൂസ്ഡ് പെസ്റ്റിസൈഡ്സ് അതിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഇൻക്രീസ്ഡ് ഇനീക്വാലിറ്റി വിത്തിൻ അഗ്രികൾച്ചർ, കറക്റ്റ് ആയത്. കാരണം വലിയ ഒരുപാട് ഭൂമി കയ്യിലുള്ള ഇതിനൊക്കെ പണം ഇറക്കാൻ പറ്റുന്ന പുതിയ പെസ്റ്റിസൈഡുകൾക്കോ മറ്റ് ഹൈ ഈൽഡ് വെറൈറ്റികൾക്കൊക്കെ സീഡുകൾക്കൊക്കെ വേഗം പൈസ ഇറക്കാൻ പറ്റുന്ന ആളുകൾക്ക് വളരെയധികം വേഗത്തിൽ എന്താണ് ലാഭം ഉണ്ടാക്കുന്നതിനും ബാക്കി ഒരുപാട് ആളുകൾക്ക് എന്താണ് അത്രയധികം ലാഭം ഉണ്ടാക്കാൻ പറ്റാതിരിക്കുകയും ഒരു സെർട്ടൺ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഹയർ ലെവലിലേക്ക് എക്കണോമിക് ഗ്രോത്ത് നേടുകയും ബാക്കിയുള്ളവർ എന്താണ് ഏതാണ്ട് അവിടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്തൊരവസ്ഥയുണ്ടായിരുന്നു. സോ ഇൻക്രീസ്ഡ് ഇനീക്വാലിറ്റിയും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പലരും എങ്ങനെയാണ് തെറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താ അറിയോ, ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് ഒപ്റ്റിമൈസ്ഡ് യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഇതിൽ 2 തരത്തിൽ കാണാം. ഒന്ന്, ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകൾ വരുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്താൽ മതി, ഒപ്റ്റിമൈൽ യൂസിൽ ഉപയോഗിച്ചാൽ മതി. ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? അതായത് പണ്ടത്തെ അത്ര വെള്ളം ഉപയോഗിക്കേണ്ടി വരില്ല. ഇതാണ് ശരിയായിട്ടുള്ള ഒരു അവസ്ഥ. പക്ഷേ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാരണം ഗ്രീൻ റവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം മാത്രം എന്നവർ പറഞ്ഞിട്ടില്ല. സോ ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കൊടുത്തിരുന്നു, മോട്ടോർ പമ്പുകൾ ഫ്രീ ആയി കൊടുത്തിരുന്നു, ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സും കൊടുത്തിരുന്നു. ആളുകൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ചങ്ങ് നിറച്ചു. മനസ്സിലാവുന്നുണ്ടോ? വെള്ളം അടിച്ച് നല്ല പോലെ വെള്ളം ഉപയോഗിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസ്ഡ് യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആണോ നടന്നത് എന്ന് നമുക്ക് അറിയില്ല. കാരണം ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ. അതുപോലെ തന്നെ എന്താണ് മണ്ണിൽ സാലിനിറ്റി വരുന്നത്, ലീച്ചിങ് ഇഷ്യൂസ്. ഈ ലീച്ചിങ് ഇഷ്യൂസും സാലിനിറ്റിയുടെ ഇഷ്യൂസ് എപ്പോഴാണ് വരുന്നത്? ഈ ഗ്രൗണ്ട് വാട്ടർ ഒപ്റ്റിമൽ അല്ലാണ്ട് ത്തിനനുസരിച്ച് എന്താണ് ഫ്രീ ആയി കിട്ടുന്ന ഇലക്ട്രിസിറ്റി മോട്ടോർ പമ്പ് വെച്ച് അടിച്ച് കയറ്റുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഇഷ്യൂസ്. ഗ്രൗണ്ട് വാട്ടർ വല്ലാണ്ട് താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. സോ ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് ഒപ്റ്റിമൈസ്ഡ് യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഈ 2 തലത്തിലും എടുക്കാൻ പറ്റും. ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടർ ഒപ്റ്റിമൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ അവിടെ നടന്നത് ഒപ്റ്റിമൽ യൂസ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ്റെ നെഗറ്റീവ് സൈഡിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഗ്രൗണ്ട് വാട്ടർ, അനാവശ്യമായ വെള്ളം പമ്പ് ചെയ്തെടുത്തിട്ട് നടന്നിട്ടുള്ള ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ എന്താണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഈ തേർഡ് എന്ന് പറയുന്നത് എന്താണ് തെറ്റ്. ഞാൻ ഓപ്ഷൻ കൂടി നോക്കി. അപ്പോൾ തേർഡ് ഫാൾസ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നപ്പോൾ ഞാൻ പോയത് ഡിയിലേക്കായിരുന്നു ആദ്യം. PSCയും D തന്നിട്ടുണ്ട്. പക്ഷേ ഇതും എന്താണ് വേണമെങ്കിൽ ആ വാചകത്തിൻ്റെ ഒരു കിടപ്പ് കാരണം ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരു ഭാഗം തന്നെയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഇൻ ഇന്ത്യ. ഇത് വർഷങ്ങൾ അറിയലാണ് എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. വർഷങ്ങൾ അറിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. A ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. A ഓപ്ഷനാണ് വരുന്നത്. കാരണം എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ 2 കാര്യങ്ങൾ ഏതാ പറയുക, നമ്മളുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് 2015 ആണെന്നും ആയുഷ്മാൻ ഭാരത് 18-19 സമയമാണെന്നും അറിയുമ്പോൾ 2 കഴിഞ്ഞ് 4 എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? 2 കഴിഞ്ഞിട്ട് 4 എന്നൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ സിയും
ഡിയും അപ്പം തന്നെ നമുക്ക് കളയാൻ പറ്റും. മനസ്സിലാവുന്നത്? സിയും ഡിയും കളയാൻ പറ്റും. പിന്നെ ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും. നിങ്ങളത് നമ്മളുടെ എന്താ പറയുക സ്വച്ഛ ഭാരത് എന്ന തലത്തിലേക്ക് എടുക്കാൻ നിൽക്കരുത്. ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ അതിനും ഒരുപാട് മുമ്പ് വന്നതാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും അതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഇത് അറിയുക തന്നെ വേണം. അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമാണ്. റിസ്ക് എടുക്കാണ്ട് എന്താണ് വേണമെങ്കിൽ വിടാൻ പറ്റിയിട്ടുള്ളൊരു ചോദ്യം കൂടിയായിരുന്നു. വർഷങ്ങൾ അറിയേണ്ട ഒരു ചോദ്യമായിട്ട് കണക്കാക്കുക. ഇനി 20th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ മെയിൻ റീസൺസ് ബിഹൈൻഡ് പാർഷ്യൽ ഫെയിലിയർ ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ലാൻഡ് റിഫോംസിന്റെ പാർഷ്യൽ ഫെയിലിയറിന് കാരണമായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ഉറപ്പിച്ച് നോക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കീ തന്നിരിക്കുന്നത് ബി ആണ്. കീ തന്നിരിക്കുന്നത് B4 ഓൺലി ആണ്. കാരണം നോക്കൂ, എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫെയിലിയറിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതൊക്കെയാണെന്ന് പറയുന്നു. ഇതിൽ നോട്ട് ട്രൂ എന്ന് വെച്ചാൽ ഏതാണ് കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത് എന്നാണ്. നോക്കൂ, റിലയബിൾ റെക്കോർഡ്സ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ്. ഇത് പണ്ട് മുതലേ ഉള്ളതായിരുന്നു. വലിയ പ്രശ്നം, ഇന്ന് പോലും പ്രശ്നമാണ് അല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡ്, അതായത് ടെനന്റ് അവിടെ കൃഷി ചെയ്ത ആളുകൾക്ക് ആ ഭൂമി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആൾ അവിടെ അത്രയും കാലം കൃഷി ചെയ്തു എന്നതിന് തെളിവ് വേണം അല്ലേ? ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ പലപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് ശരിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ ശരിയാണ്. കാരണം എന്താ? ഒബ്വിയസ്ലി അല്ലേ, അത് നമുക്ക് കണ്ണടച്ചിട്ട് ശരിയെന്ന് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ എല്ലാവിടെയും ഇഷ്യൂ ആയിരുന്നു. ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു ക്യാരി ഔട്ട് ദ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. കാരണം അത് എന്ത് ചെയ്യണം? അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതും ഒരു ഇഷ്യൂ ആണ്. അടുത്ത് നോക്കൂ, ലാക്ക് ഓഫ് ബ്ലൂ പ്രിന്റ് വിച്ച് മെന്റ് ബ്യൂറോക്രാറ്റ്സ് വർ നോട്ട് ഷുവർ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. അങ്ങനെയല്ല, ഒരു ആക്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലായിടങ്ങളും പാസ്സാക്കിയിരുന്നു. അത് പൊളിറ്റിക്കൽ വില്ലോടുകൂടി, കൃത്യമായ ഫൈനാൻഷ്യൽ സപ്പോർട്ടോടുകൂടി, റിലയബിൾ ആയിട്ടുള്ള എന്താ പറയുക റെക്കോർഡുകൾ കൊടുത്തുകൊണ്ട് നടത്തിയ എല്ലാ പ്രോഗ്രാമുകളും. ഇപ്പോൾ കേരളം അതിനൊരു ഉദാഹരണമാണ് അല്ലെ? അപ്പോൾ ലാക്ക് ഓഫ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ടാണ് 4 മാത്രം ഒരു പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, ഇതൊക്കെ നമുക്ക് ഇത് മുഴുവൻ ഉറപ്പിച്ചറിഞ്ഞിട്ടാണോ നമ്മൾ തീരുമാനിക്കുന്നത്? അല്ല, നമ്മൾ ലോജിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. ലാക്ക് ഓഫ് റിലയബിൾ റെക്കോർഡ്സ് അത് എപ്പോഴും പ്രശ്നമാണ്, ഇപ്പോഴും പ്രശ്നമല്ലേ? അപ്പോൾ അതെന്തിനെ ബാധിക്കാം? തീർച്ചയായിട്ടും ലാൻഡ് റിഫോംസിനെ ബാധിച്ചിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിക്കൂ. ഈ ചോദ്യം നിങ്ങൾക്ക് അറിയുകയേ ഇല്ലെന്ന് വിചാരിക്കൂ. എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലാൻഡ് റിഫോംസ് എന്താണ്? ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കിയാണ്. അടുത്ത് നോക്കൂ, ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ. ഇന്നും ആദിവാസികൾ ഉൾപ്പെടെ ആളുകൾക്ക് കൃത്യമായി ഭൂമി കിട്ടാതിരിക്കാൻ കാരണം എന്താ? ഒരു പൊളിറ്റിക്കൽ വില്ലില്ലാത്തതാണ്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും ലാൻഡ് റിഫോംസിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ? ഇനി ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ സപ്പോർട്ട്. തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മോണിറ്ററിംഗ് ഇവാലുവേഷൻ. ലാൻഡ് റിഫോംസ് എന്താ? ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതാണോ? അല്ല. എന്ത് ചെയ്യണം? ഓരോരുത്തർക്ക് കൊടുക്കണം. അവർ തന്നെ ഭൂമി കയ്യിൽ വെക്കുന്നില്ലേ? അവരെ പിന്നീട് ആരെങ്കിലും ഇറക്കി വിടുന്നുണ്ടോ? ഇത് മോണിറ്റർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ഫൈനലൈസ് ആവുള്ളൂ. അപ്പോൾ ആദ്യത്തെ 3 എണ്ണവും നമുക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് അറിയാം. അടുത്തതാണ് ഇത് ബ്ലൂ പ്രിന്റ് ഇല്ല, ലാക്ക് ഓഫ് ബ്ലൂ പ്രിന്റ്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ? ലാക്ക് ഓഫ് ബ്ലൂ പ്രിന്റ് ഇല്ല എന്ന് പറയുന്നത്. ഇനി അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാമായിരുന്നു. എങ്ങനെ? ഓപ്ഷനിൽ നൺ ഓഫ് ദീസ് എന്നോ അങ്ങനെ എന്തെങ്കിലും തന്നിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലേ? ഇതിലെല്ലാം എന്നോ ഒന്നുമില്ലെന്നോ അങ്ങനെ ഒരു ഓപ്ഷനേ താഴെയില്ല. ഇതിലേതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അപ്പം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലേതായിരിക്കും നമുക്ക് തോന്നുക? 4 നമുക്ക് തോന്നാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഗസ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമ്മൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ് ഫോർ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ? നോക്കൂ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുക നമ്മളുടെ പല PSCയുടെ ക്ലാസ്സുകളിൽ ഏതെങ്കിലും എത്രത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ RRB മറ്റേ ക്ലാസ്സിലൊക്കെ ഞാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങളൊന്നാണ് നമ്മളുടെ ശശി തരൂരിൻ്റെ പ്രസംഗം അല്ലേ? ഏതായിരുന്നു? ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന സമയത്ത് അറൗണ്ട് 27% ഓഫ് വേൾഡ് ട്രേഡ് കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് 2 to 4% ആയിട്ട് കുറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസംഗമുണ്ട്. അതേ കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, 750 അറൗണ്ട് 25% ഓഫ് എന്താണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ 900 ആവുന്ന സമയത്ത് ഇപ്പോൾ 2% ആയിട്ട് കുറഞ്ഞു എന്ന് പറയുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. റോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനീഷ്യലി ദിസ് വാസ് ട്രിഗേർഡ് ബൈ ഫാളിംഗ് ഡൗൺ ഓഫ് മുഗൾ എംപയർ ക്രിയേറ്റിംഗ് സപ്ലൈ സൈഡ് ഷോക്സ്. അപ്പോൾ ഈ വാചകം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ട വാചകമാണ്. എന്താണ്? മുഗൾ എംപയറിൻ്റെ തകർച്ച ഇതിന് കാരണമായിട്ടുണ്ട്. കാരണം എന്താ? നോക്കൂ, മുഗൾ രാജാക്കന്മാർ കിങ്സ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ കൺസെപ്ഷ്വൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണത്. ഓക്കെ, അത് എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഈ ചോദ്യങ്ങളൊക്കെ നമുക്കുള്ളൊരു എന്താ പറയുക വാണിംഗ് ആണ്.
മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാരെ? നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? ഒന്നുകൂടി ഉറച്ച് പഠിക്കേണ്ടതുണ്ട്, കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് എന്നതിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു വിരൽ ചൂണ്ടൽ കൂടിയായിട്ട് നിങ്ങൾ ഇതിനെ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വെറുതെ കൊല്ലങ്ങളും ചില വർഷങ്ങൾ മാത്രം പഠിച്ച് ചില വ്യക്തികളെ മാത്രം പഠിച്ച് പോയാൽ പോരാ, നമ്മളതിൻ്റെ കൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കണം എന്നതിനൊരു സൂചനയായിട്ട് നമ്മളിത് തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താ സംഭവിക്കുന്ന മുഗൾ എംപററിൽ അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു പോവുകയാണ്. ഈ രാജാക്കന്മാർ പോയതോട് കൂടിയിട്ട് ഈ രാജാക്കന്മാരുടെ സഭയിൽ ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു, ആർട്ടിസൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പല പല ആളുകളുണ്ട്. ഇവരൊക്കെ എന്തായി? ഈ ആളുകൾ മുഴുവൻ ഇവർക്കൊക്കെ പണിയില്ലാണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇവരെ ബാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക, പാർഖാനാസിലും പല സ്ഥലത്തുള്ള എന്താ പറയുക വർക്ക്ഷോപ്പുകൾ ഉണ്ടാകും, മറ്റു കാര്യങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഇടങ്ങളും ഇത്തരം സ്ഥലങ്ങളൊക്കെ ഈ കിങ്സിന്റെ എന്താ പറയുക ഇവരുടേതായിട്ടുള്ള ഇടപെടൽ പോയി ഈ വലിയ വലിയ കിങ്ഡംസ് ഒക്കെ പോയതോടെ അവർക്ക് പണികളില്ലാണ്ടായി. അപ്പൊ ഇതൊക്കെ ഇൻഡസ്ട്രിയലൈസേഷനെ ഇതും എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഷോക്ക് എവിടുന്ന? ഈ ഭാഗത്തുനിന്നാണ് വരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ അതിനെന്താണ് വലുതാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഡിഡ് നോട്ട് എക്സ്റ്റെൻഡ് ദ സപ്പോർട്ട് that artisans used to receive from the erstwhile royal courts across Indian subcontinent. നമ്മളിപ്പോൾ പറഞ്ഞ ഇതേ പോയിന്റ് തന്നെ. അപ്പോൾ ഈ 3 പോയിന്റുകളും ശരിയാണ് നമുക്ക് മനസ്സിലാക്കും. തീർച്ചയായിട്ടും എന്താണ്? ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയാം. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മളിവിടുത്തെ മിൽ ഓണേഴ്സ് സർപ്ലസ് ടെക്സ്റ്റൈൽസ് യൂസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യമേ നമുക്ക് തീർച്ചയായിട്ടും ശരിയാനാണ് പറ്റില്ല. അത് ബ്രിട്ടീഷുകാർ എന്തായിരുന്നു, എഞ്ചിനീയർഡ് ആയിട്ട് ഇവരെ എന്ത് ചെയ്യുകയായിരുന്നു? താഴത്തേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. അല്ലാണ്ട് അവരത് ചെയ്യാത്തത് കാരണം നമ്മളുടെ ഇവിടുത്തെ മിൽ ഓണേഴ്സ്, നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിരുന്നു അല്ലേ? ബംഗാളിലെ മുസ്ലിം സിൽക്സുകളാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്, വളരെ വലിയ നമ്മളുടെ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരുന്നു. അതിനെ ബ്രിട്ടീഷുകാർ വേണം വെച്ച് താർക്കുകയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് അവർ ഇഷ്യൂ. ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ടബിൾ അറ്റ്, അടുത്ത ചോദ്യം, ഓൺലി കറണ്ട് അക്കൗണ്ട്. നമുക്കറിയാം അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റിയ പല പല റിസ്കുകളും ഉണ്ട് എന്ന തലം നിൽക്കുന്നത് കൊണ്ട് ഏതാണ് കറണ്ട് അക്കൗണ്ട് എന്നുള്ള തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ടബിലിറ്റി കൊടുത്ത ഇൻവെസ്റ്റ്മെന്റുകളും ബാക്കി എന്താ പറയുക പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആകട്ടെ, അത്തരം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ എന്തായിരിക്കും പെട്ടെന്ന് തിരിച്ച് ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ വളരെ ചുരുക്കിയിട്ട് ക്രൂഡായ രീതിയിൽ പറഞ്ഞാണ്. കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അക്കോർഡിംഗ് ടു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ Government of India, female labor force participation rate followed the ഫോളോയിങ് ട്രെൻഡ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടിട്ട് പോകാവുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ലോജിക്കലി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഞാൻ നിങ്ങളെ ഉപദേശിക്കുക വേണ്ട, വിട്ടു പോകാമെന്നാണ്. കാരണം ഇതിൽ കൺഫ്യൂസിങ് ആണ് ഭയങ്കരമായിട്ട്. ഇത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇത് കൃത്യമായി അറിയുമെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായൊരു ലോജിക്കലി ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ആൻസർ ഏതാ? ഇറ്റ് ഇൻക്രീസ് ഇൻ 2012-22 കമ്പയർഡ് ടു 2018. ഈ 2018 എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് കൃത്യമായിട്ട് കത്തിയിട്ടില്ല. ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ സെക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇത് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ലോജിക്കലി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ പറയുക, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഉറപ്പില്ലാത്തൊരു സാധനം കണ്ടാൽ വിട്ടേക്കും. നിങ്ങൾ 100 ആൻസർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് എക്സാം ടഫ് ആകുമ്പോൾ നിങ്ങൾ എത്ര ആൻസർ ചെയ്താൽ മതി? കൃത്യമായി ആൻസർ ചെയ്യുന്നത് ശരിയാക്കിയാൽ മതി. അതാണ് നിങ്ങൾ എടുക്കേണ്ട സ്ട്രാറ്റജി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൺസിഡർ ദ ലിസ്റ്റ്. ഇത് വളരെ എളുപ്പമായിരുന്നില്ലേ കൂട്ടുകാരെ കണക്ട് ചെയ്യാൻ? അരവിന്ദ് പനഗാരിയെ ഫൈനാൻസ് കമ്മീഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നീതി ആയോഗിലേക്ക് പോകരുത് എന്നതാണ് പ്രധാനപ്പെട്ട അവിടുത്തെ വിഷയം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു. 1, 2ലേക്ക് കണക്ട് ചെയ്താൽ തന്നെ അതിൻ്റെ ചെയ്തു ആൻസർ കിട്ടുകയും പിന്നെ ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അല്ലേ? സ്വാമിനാഥനാണെങ്കിലും ശ്രീ കുര്യനാണെങ്കിലും ശ്രീ സുബ്രഹ്മണ്യം ആണെങ്കിലും എല്ലാം ഫേമസ് ആയി കിടക്കുന്ന ആളുകളാണ്. വലിയ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നു. ദ ബേർഡൻ ഓഫ് ഡിസീസസ് in deaths in India currently follows which of the following patterns? അത് ചിലരെങ്കിലും എ ടച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും അല്ലേ? എയും ബിയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ വലിയ കൺഫ്യൂഷൻ അതിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് രണ്ടും എന്താണ്, സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ചോദ്യങ്ങളാണ്, കൺസെപ്റ്റുകളാണ് അല്ലേ? അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് ശരിയാവണം അല്ലെങ്കിൽ ഇത് ശരിയാവണം അല്ലേ? രണ്ടും കൂടി തെറ്റാൻ പറ്റില്ല നമുക്ക് മോസ്റ്റ്ലി. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കൂ, നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നുന്ന സാധനങ്ങളൊന്നും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഹയർ ആണ് അല്ലെ, പകരുന്ന രോഗങ്ങളല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൈലന്റ് ആയിട്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെ, ഇപ്പോൾ നമ്മുടെ പ്രമേഹം പോലെയുള്ളത് അല്ലെ, ഹാർട്ട് അറ്റാക്കുകളൊക്കെ വരുന്നു, പലർക്കും ക്യാൻസർ ഇഷ്യൂസ് ഒക്കെ വരുന്നു, അങ്ങനത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരുപാട് ഡിസീസുകൾ എന്താണ് പ്രിവൈലൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള പനികളോ ജലദോഷം അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അവയെ വല്ലാണ്ട് അങ്ങനെ ന്യൂസിലൊക്കെ ശ്രദ്ധിക്കുമെന്നേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ദ ബേർഡൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഈസ് ആക്ച്വലി ലോവർ ദാൻ ദാറ്റ് ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന കാര്യം മനസ്സിലാക്കുക. ബി ആണ് ഓപ്ഷൻ ശരിയായിട്ട് PSC തന്നിരിക്കുന്നത്. ട്രേഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു
ചൈന എന്നിങ്ങോട്ട് ഉറപ്പിക്കാമെന്ന് പലരും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം 2023-24 നമ്മൾ അതിന് മുന്നേ വരെ USA ആയിരുന്നു ഉണ്ടായിരുന്നത്. 23-24 ചൈന കയറുന്നത്. അത് എനിക്ക് തോന്നുന്നു 0.1 മില്യൺ ഡിഫറൻസിലോ മറ്റെയാണ് ചൈന മുന്നിലേക്ക് കയറുന്നത്. 0.1 മില്യൺ, അത്ര വളരെ ചെറിയൊരളവിലാണ് ചൈന കയറിയത്. സോ ഇത് വളരെ എളുപ്പം ക്വസ്റ്റൻ ആയിരുന്നു. ട്രേഡ് എന്ന് കേട്ടാൽ ഉടനെ ചൈന എന്ന് പറയാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ദിസ് ക്യാൻ ചേഞ്ച്. ഓക്കെ, ദിസ് ക്യാൻ ചേഞ്ച്. ചൈന എന്ന് ഉടനെ അങ്ങോട്ട് ഉറപ്പിക്കരുത്. ക്വസ്റ്റൻ വരാൻ കാരണം തന്നെ 2023-24 എന്ത് ചെയ്യുന്നത്, USA മാറ്റിയിട്ട് ചൈന മുന്നിലേക്ക് കയറുന്നത്. അതും വളരെ ചെറിയൊരു മാർജിനൽ. ഓക്കെ ആവുണ്ടോ? USA-യും ചൈനയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഇന്ത്യയുടെ ട്രേഡിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ അല്ലേ. ബീഹാർ ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് കിട്ടി. മഹാരാഷ്ട്ര, നമ്മൾ സെൻസസിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ RRBയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ്. ഇത് രണ്ടും കിട്ടിയാൽ തന്നെ ഏതാണ് 1, 2 അതുപോലെ തന്നെ 3, 4 ഒരേ ഒരു ഭാഗമേ നമുക്ക് ഉള്ളൂ. അത് B ആണ്, ഓപ്ഷൻ B ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതിലേക്ക് പോകാൻ നിൽക്കുക വേണ്ട. നമുക്ക് മനസ്സിലാവുന്ന, ബാക്കിയുള്ളതിലേക്ക് പോകാൻ നിൽക്കുകയേ ചെയ്യാണ്ട് നമുക്കിത് ആൻസർ ചെയ്ത് പോകാൻ പറ്റൊരു കാര്യമാണ്. എലിമിനേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാനിപ്പോൾ എലിമിനേഷൻ ടെക്നിക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എലിമിനേഷൻ പണ്ട് ഒരു 2-3 കൊല്ലം മുമ്പാണ് എലിമിനേഷൻ ടെക്നിക്ക് വലിയൊരു പുതിയ കാര്യമായിട്ടുണ്ടായിരുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ നോ ദ എലിമിനേഷൻ ടെക്നിക്. മുഴുവൻ ഇരുന്ന് പണിയെടുക്കാണ്ട് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഓപ്ഷൻസിൽ നിന്ന് എന്താണ് ചിലതൊക്കെ തട്ടി മാറ്റി എന്താ പറയുക, വേഗം നമുക്കുള്ള ഓപ്ഷൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടൊന്ന് പറ്റുന്ന സ്ഥലങ്ങളിൽ ട്രൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂട്ടുകാർ. അടുത്ത ഏതാ, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്. പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് വാസ് ഹെവിലി കർട്ടെയിൽഡ് ഫസ്റ്റ് ടൈം അണ്ടർ വിച്ച് 5-year പ്ലാൻ. നോക്കി, ഇതിൻ്റെ ലോജിക്ക് വരുന്നത് നമ്മുടെ 8th 5-year പ്ലാനിൻ്റെ സമയത്ത് LPG റിഫോമുകളൊക്കെ വരുന്നു എന്നും അതിനുശേഷം പബ്ലിക് സെക്ടറിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കുറച്ചിട്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് നന്നായിട്ട് കൊടുത്തു എന്ന തലത്തിലാണ് ഈ 9th 5-year പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചില ഇടങ്ങളിലൊക്കെ നമുക്ക് എന്താണ് പബ്ലിക് സെക്ടറിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തു എന്ന് പറയാനുള്ള ഇപ്പോൾ 6th 5-year പ്ലാനിലൊക്കെ വേണമെങ്കിൽ പറയാനൊക്കെ സാധിക്കും. പക്ഷേ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക്ക് ഈ LPG റിഫോംസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ലോജിക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം ആരൊക്കെ റേസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. അടുത്ത ഏതാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ MRTP ആക്ട്. അപ്പോൾ മോണോപോളി, അതുപോലെ തന്നെ എന്താണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് എന്താ പറയുക പോളിസീസ്, ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആയിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് അറിയില്ലെന്ന് വിചാരിക്കും കൂട്ടുകാരെ. ഇത് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, നോക്കൂ, ഈ തന്നിരിക്കുന്ന എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചേ. ദ ആക്ട് എയിം ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ പൊട്ടൻഷ്യലി ഡേഞ്ചർ കോമ്പറ്റീഷൻ ആൻഡ് ഫെയർ ട്രേഡ് അല്ലേ. അപ്പോൾ കോമ്പറ്റീഷനും ഫെയർ ട്രേഡും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട കാര്യമാവാൻ സാധ്യതയുണ്ട്. അടുത്ത് നോക്കിക്കേ, ദ ആക്ട് ടാർഗറ്റഡ് ടു കൺട്രോൾ ദ മോണോപോളി ഓവർ ദ ലാർജ് ബിസിനസ് ഹൗസസ്. അപ്പോൾ മോണോപോളിയാണ്, ട്രേഡാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട് പതുക്കെ അല്ലേ. അടുത്ത ഏതാ, ദ ആക്ട് എൻകമ്പോസ്ഡ് ഓൾ സ്റ്റേറ്റ്സ് എക്സ്ക്ലൂഡിങ് ഓൺലി ആസാം എന്ന് പറയുന്നു. അടുത്ത ഏതാ, ദ ആക്ട് വാസ് അബോളിഷ്ഡ് ആഫ്റ്റർ എക്കണോമിക് ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യ. ഇവിടെയും ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ്. ഓക്കെ, എനിക്കിത് വ്യക്തമായിട്ട് MRTP ആക്ടിൻ്റെ മുഴുവൻ കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ സിയിലേക്കാണ് എത്തിയത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയും ബിയും ഏതാണ്ട് അങ്ങോട്ടും എന്താണ് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. നോക്കി നോക്കൂ, ഇത് രണ്ടും കോംപ്ലിമെന്റിങ് അല്ലേ. ഒന്ന് എന്താണ് മോണോപോളിയെ കൺട്രോൾ ചെയ്യണം പറയുന്നു, മറ്റൊന്ന് ഏതാണ് ഫെയർ കോമ്പറ്റീഷൻ വേണമെന്ന് പറയുന്നു. ഇത് രണ്ടും ഒരു ആക്ടിൽ എന്താണ് ഒരുപോലെ വരുന്നതല്ലേ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിലർ എന്താ പറയുക, ഇങ്ങനെ ആദ്യമായിട്ട് ഈ രീതിയിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ആലോചിച്ച് സുഖമായിട്ട് നമുക്ക് ആൻസറുകളിലേക്ക് എത്താൻ പറ്റും. നോക്കൂ, നമ്മൾ ചില എക്സാമുകൾ നമുക്ക് എന്തായാലും ചില അറ്റംപ്റ്റ് കൂട്ടേണ്ട സമയങ്ങൾ വരും. അപ്പം നമുക്ക് ഈ രീതി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ് കോംപ്ലിമെൻറ്റിങ് ആയിട്ടുള്ള, കോംപ്ലിമെൻറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒന്നിൻ്റെ അതേപോലത്തെ അർത്ഥം വരുന്ന എന്താ പറയുക മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചോദിച്ചിട്ടുള്ളത് നോട്ട് ട്രൂ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ ഇതും ശരിയാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, രണ്ടും തെറ്റാൻ സാധ്യതയില്ല അല്ലേ. അപ്പോൾ രണ്ടും ശരിയാവാനാണ് സാധ്യത. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സേഫ് സൈഡിലേക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതൊരു എന്താണ് ഫാക്ച്വൽ സാധനം അല്ലേ. ആസാമിനെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നിരിക്കുന്നത്. DO, ദ ആക്ട് വാസ് അബോളിഷ്ഡ് ആഫ്റ്റർ എക്കണോമിക് ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യ.
നോക്കൂ, ലിബറലൈസേഷൻ്റെ ഒരു ചരിത്രം അറിയാൻ പറ്റുന്ന നമുക്കറിയാം. ലിബറലൈസേഷൻ നടത്താൻ വേണ്ടി നമ്മൾ പോയപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്ന് IMF അവിടുന്ന് വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ എന്താണ് സർട്ടൺ എമൗണ്ട് എടുക്കാൻ തയ്യാറായപ്പോൾ പറഞ്ഞത് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, റെഡ് ടേപ്പുകളൊക്കെ എടുത്ത് മാറ്റണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുറത്തു നിന്നുള്ള വലിയ കമ്പനികളുടെ മോണോപോളിയും ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ ഒന്ന് എന്താണ് തടുക്കാൻ വേണ്ടി വന്നിരുന്ന ഈ ആക്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും. ആക്ച്വലി അബോളിഷ്ഡ് എന്നുള്ള വാക്ക് എത്രത്തോളം നല്ലതാണ് എനിക്കറിയില്ല. ആദ്യം ഒരു റിലാക്സേഷൻ ആണ് നടക്കുന്നത്, പിന്നീട് അങ്ങോട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോയി പോകുന്നത്. പക്ഷേ ഈ C ഓപ്ഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് ആ കാലഘട്ടത്തിൽ ആസാമിനെ മാത്രം ഇതിൽ നിന്ന് മാറ്റാനുള്ള ഒരു എന്തെങ്കിലും ലോജിക്ക് കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? 69 MRTP ആക്ട് വരുന്നു, ആസാമിനെ മാത്രം മാറ്റി നിർത്തുന്നു. മാറ്റി നിർത്താൻ സാധ്യതയുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എപ്പോഴും JNK അല്ലേ ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആസാമിനിപ്പം വേറെ ആരെങ്കിലും കൂടി വരണം അല്ലേ? നോക്കൂ, ഇതെന്താ എക്സ്ക്ലൂഡിങ് ഓൺലി ആസാം. നമ്മൾ ഇതും പറഞ്ഞിരുന്നു അല്ലേ? എപ്പോഴെങ്കിലും ഓൺലി, ഓൾ ദ, എവ്രിതിങ്, എക്സെപ്റ്റ് ദിസ് ഓൺലി, അങ്ങനത്തെ ടേമുകൾ വരുമ്പോൾ അത് എന്താണ്, അത്തരം വാചകങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പ്രത്യേകം നമ്മളുടെ മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ആസാം അല്ല, ഇവിടെ JNK ആണ്. ഓൺലി എന്നുള്ള വാക്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാമായിരുന്നു, മറ്റേ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്താമായിരുന്നു. ഇത് ഒന്ന് പരിശീലിച്ചാലാണ് സാധിക്കുക. പെട്ടെന്ന് അങ്ങ് പോയിട്ടങ്ങ് എലിമിനേഷൻ ടെക്നിക്കും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒന്ന് എന്താണ് നമ്മൾ രീതികൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം ഏതാ? കൺസിഡർ ദ ഫോളോയിങ് പ്രപ്പോസിഷൻസ് ഇൻ കണക്ഷൻ വിത്ത് ദാദാബായ് നവറോജി's ട്രെയിൻ തിയറി. ഐ തിങ്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ള കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 2, 3 and 4 ആണ്. 2, 3 and 4 ആണ്. അപ്പോൾ ഒന്നിൽ എന്താ പ്രശ്നം നമുക്ക് നോക്കിയാൽ പോരെ. ഇന്ത്യ ഇമ്പോർട്ടഡ് ഹെവി ഇൻഡസ്ട്രി മെഷീനറി ആൻഡ് ഫുഡ് ഫ്രം ഇംഗ്ലണ്ട് അറ്റ് എ വെരി ഹൈ പ്രൈസ്. അപ്പോൾ വെരി ഹൈ പ്രൈസ് കേട്ടിട്ട് ഇതിൽ പെടരുത്. കാരണം എന്താ, നമ്മളുടെ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇംഗ്ലീഷുകാർ ഉദ്ദേശിച്ചിരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രികൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഹെവി ഇൻഡസ്ട്രി മെഷീനറികൾ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുമോ? ഇമ്പോർട്ട് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യില്ല. അതും ദാദാബായ് നവറോജിയുടെ സമയത്ത് ഹെൽപ്പ് ചെയ്യുമോ? നമ്മൾ എന്തായിരുന്നു, റോ മെറ്റീരിയൽസിൻ്റെ എന്താ പറയുക, റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊടുക്കുക, പ്രൊഡക്ഷൻ മുഴുവൻ ഇംഗ്ലണ്ടിൽ, എന്നിട്ട് എന്ത് ചെയ്യും, ഫൈനൽ ഗുഡ്സ് ഇവിടെ കൊണ്ടുവന്ന് തള്ളും. അല്ലാണ്ട് നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ പറഞ്ഞ പരിപാടിയല്ല. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഹെവി ഇൻഡസ്ട്രിയൽ മെഷീനറി ഇവിടെ വരും. അതുപോലെ തന്നെ ഫുഡ് നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തിട്ട് അവരെന്തായിരുന്നു അങ്ങോട്ട് തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക കൂട്ടുകാർ, ഈ ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നില്ല എന്ന് വരേണ്ടതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നൊഴികെ ബാക്കിയെല്ലാമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. എഗെയിൻ എന്താണ്, നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്യുകയാണ്, അല്ലാണ്ട് ഇത് കൃത്യമായിട്ട് അറിഞ്ഞ് ചെയ്യുകയല്ല. ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്കറിയാവുന്ന ബ്രിട്ടീഷുകാരുടെ രീതി എന്താണ് എന്ന് നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ ഇത് അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻസ്. ഇത് ഞാൻ ചെയ്യുന്നില്ല, 100 ഡേയ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഏതാണ് MG നരേഗയെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് എനിമോർ. 32 ഏതാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മിഷൻ അന്ത്യോദയ. ഇത് ഫാക്ച്വലായിട്ട് മിഷൻ അന്ത്യോദയ അറിയുന്ന രീതിയിൽ എന്താ പറയുക എഴുതേണ്ട കാര്യമാണ്. ചിലർക്കെങ്കിലും 2022-23 പോവർട്ടി എന്താ പറയുക ഫ്രീ ഇന്ത്യ എന്ന തലത്തിലേക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷെ എന്താണ്, അന്ത്യോദയ തുടങ്ങുന്നത് വളരെ മുമ്പാണ്. അപ്പോൾ ഈ വിഷനിലാണ് തുടങ്ങിയിരുന്നത്. പിന്നീട് എന്താണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും ചെയ്യാറുള്ളത് അല്ലേ? ഇപ്പം മില്ലേനിയൽ ഗോൾസ് ആണെന്നുണ്ടെങ്കിലും എത്രയായിരുന്നു, കുറച്ച് കാലത്തേക്കാണ്. പിന്നീട് അത് എന്താ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നതിലേക്ക് അത് മാറ്റിയിട്ട് 30 വരെയൊക്കെ എന്ത് ചെയ്തു, അത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ പെടാൻ പാടില്ലായിരുന്നു. പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഇത് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒന്നും എന്താ പറയുക, 3 സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയത് നിങ്ങൾ, 1-3 സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെയല്ല. ഇറ്റ് എയിംസ് ടു എൻഷുവർ എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ് ത്രൂ കൺവേർജൻസ് ഓഫ് വേരിയസ് ഗവൺമെന്റ് സ്കീംസ് വിത്ത് ഗ്രാമപഞ്ചായത്സ്. ഇറ്റ് ഓൾസോ മാൻഡേറ്റ്സ് കണ്ടക്ടിങ് ആൻ ആനുവൽ സർവേ of measurable outcomes at gram panchayat level to monitor the progress in the development process across rural areas. ഒന്നും രണ്ടും ഏതാണ്ട് എന്താ അങ്ങോട്ട് എന്താണ് കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 2 സ്റ്റേറ്റ്മെന്റുകൾ പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ 2 തീരുമാനിക്കുക തന്നെ വേണം. കാരണം എന്താണ്, ഇവിടെ ഓപ്ഷൻ 1 and 3 ഓൺലി എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 വിട്ടിട്ട് പോയി. ഇതൊരു കൊടുക്കുന്ന ക്വസ്റ്റൻ ആയിരുന്നു. അറിയുമെങ്കിൽ എഴുതാമെന്ന് പറയുന്ന ക്വസ്റ്റൻ തന്നെ ആയിരുന്നു. വല്ലാണ്ട് ലോജിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ട് തോന്നിയില്ല. അടുത്ത ചോദ്യം 33. നോക്കൂ കൂട്ടുകാരെ, എല്ലാ ചോദ്യത്തിലും നമുക്ക് വേണമെങ്കിൽ ലോജിക്കലി അപ്രോച്ച് ചെയ്യാം. പക്ഷെ എല്ലാ സ്ഥലത്തും ലോജിക്ക് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എല്ലാ ചോദ്യവും നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും, എല്ലാ ചോദ്യവും നമുക്ക് ലോജിക്കിലൂടെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ളൊരു അപ്രോച്ച് അല്ല. അതൊരു
ആവശ്യമില്ലാത്തൊരു ഓവർ കോൺഫിഡൻസ് ആണ്. കാരണം ചില ചോദ്യങ്ങൾ നമുക്ക് തെറ്റും എന്തായാലും മനസ്സിലുണ്ട്. അതുകൂടി നമ്മൾ എന്താ പറയുക, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ ചിലയിടങ്ങളിൽ എന്താണ് അവർ ആ ലോജിക്ക് അപ്ലൈ ചെയ്താൽ ക്ലിക്ക് ആവാത്ത കാര്യങ്ങളും എടുത്ത് വെക്കും അവർ. മനസ്സിലാവുന്നുണ്ടോ? അതുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് 100% നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ ശരിയായിക്കൊണ്ടേയിരിക്കുമെന്ന് വിചാരിക്കരുത്. അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. ഓക്കെ, അടുത്തത് PM ജന്മനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. ഇവിടെ ആൻസർ വരുന്നത് 2, 3, 4 and 6 ആണ്. ഏതൊക്കെയാണ്? 2, 3, 4 and 6. ഇവിടെ എന്താ നോക്കൂ, എവിടെ കൊടുത്തിരിക്കുന്നത്? ജൻജാതി, ആദിവാസി. അപ്പൊ ആദിവാസി വിഭാഗങ്ങളിലേക്കുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് PM ജന്മനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഈ പോയിന്റുകൾ ഏതൊക്കെയാണ് ഒരു ഐഡിയ ഇല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളൊരു കാര്യം ജസ്റ്റ് പറയുകയാണ്. ആദിവാസി മേഖലകളിലേക്ക് നമുക്കറിയാമല്ലേ, അവിടെ എന്തായിരിക്കും അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള, അവരുടെ ഹെറിറ്റേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ന്യായസഭകളും മറ്റുമൊക്കെ അവിടെ ഉണ്ടാകും അല്ലേ. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവിടെ സ്ട്രെങ്തൻ ചെയ്യാനായിരിക്കുമോ ആദ്യം ശ്രമിക്കുക. ഇവിടങ്ങളിൽ എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള ട്രൈബൽ കൗൺസിലുകളെയും മറ്റുമൊക്കെ എന്ത് ചെയ്യും? അനുവദിച്ചു കൊടുക്കും അല്ലേ. നമ്മളുടെ ഇവിടുത്തെ അതേ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പം നമുക്ക് എന്താ പറയുക, പഞ്ചായത്ത് രാജിൻ്റെ എക്സ്റ്റൻഷൻ അല്ലേ, PSA ഒക്കെ നമ്മൾ എന്താണ് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ്റ്റൻഷൻ ടു എന്താ പറയുക ട്രൈബൽ ഏരിയാസ്, PETA ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. എന്താ പറയുക പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻസ് ടു ട്രൈബൽ ഏരിയാസ് അല്ലെ, ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ആക്ടിലൊക്കെ എന്താ ആദ്യം ശ്രമിക്കുന്നത്, ഇത് നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഗവർണർ നോക്കിയിട്ട് എന്ത് ചെയ്യും, അത് വേണമെങ്കിൽ നീട്ടും അല്ലേ, ആവശ്യമുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് പാർലമെന്റ് ഡയറക്റ്റ്ലി അങ്ങോട്ട് എന്ത് ആപ്ലിക്കബിൾ ആക്കില്ല. ഇതുപോലെ ഇവിടെ നോക്കൂ, പഞ്ചായത്ത് രാജ് സ്ട്രെങ്തനിങ് ആയിരിക്കും ആദ്യം ഇവർ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യം ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓൾ ആർ ട്രൂ എന്ന് പറയുന്നില്ല, അതിൽ ഏതൊക്കെയോ ഇല്ല. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ ഇല്ലാതിരിക്കാൻ സാധ്യത എന്ന് നോക്കുകയാണ്. പിന്നെ ഫൈനാൻഷ്യൽ ലിറ്ററസിക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. പക്ഷേ ദാറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മളുടെ മെയിൻലാൻഡിൽ തന്നെ, മെയിൻലാൻഡിൽ അവർ വേറെ ലാൻഡാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ കൃത്യമായി ഇവൺ അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിൽ പോലും എന്താണ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സ്റ്റെപ്പിലൊക്കെ നെക്സ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ എന്താ പറയുക സ്റ്റെപ്പുകളിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി വരാനുള്ള സാധ്യതയും എന്താണ് കുറവാണ്. നോക്കൂ, ഇതൊക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. ഞാനൊരു ലോജിക്ക് പറയുന്നില്ല എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം. അംഗൻവാടി സെന്ററുകൾ വേണം അല്ലേ. കാരണം എന്താ, ഇത്തരത്തിലുള്ള ട്രൈബൽ ഏരിയകളിലേക്കും മറ്റിടങ്ങളിലേക്കും ഗവൺമെന്റിന്റെ ഇപ്പോൾ എന്താ പറയുക സ്ത്രീകളെ പ്രസവിക്കാറായിട്ടുള്ള സ്ത്രീകൾ, തുള്ളിമരുന്നുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന അംഗൻവാടി സെന്റേഴ്സിലൂടെ. അപ്പോൾ അംഗൻവാടി സെന്റേഴ്സ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് മസ്റ്റായിട്ട് പോകുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ 6 ഉണ്ടാവുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റണം ആ ലോജിക്കിൽ. അപ്പോൾ CO DO എന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ എത്തണം. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അംഗൻവാടി സെന്ററുകൾ എന്തിനാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇടങ്ങളിൽ അംഗൻവാടി സെന്റേഴ്സിന്റെ കൺസ്ട്രക്ഷൻ ഉറപ്പിക്കണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? സോ 6 ഉള്ളത് ഏതാ, Cയും Dയും മാത്രം. അപ്പം Bയും നമുക്ക് കളയാൻ പറ്റും, Aയും നമുക്ക് കളയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇനി Cയും Dയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയ കൂട്ടുകാർ. Cയും Dയും തമ്മിൽ വ്യത്യാസങ്ങൾ 2ലും 6 ഉണ്ട് അല്ലെ. പിന്നെ ഏതൊക്കെയുണ്ട്, 2ഉം 3ഉം ഉണ്ട് അല്ലെ. അപ്പൊ 2ഉം 3ഉം 6ഉം കൃത്യമായിട്ടുണ്ട്. 1 ആണോ 2 ആണോ എന്നുള്ള ഭാഗമാണ് തീരുമാനിക്കേണ്ടത്. അവിടെയാണ് നമ്മളുടെ ഈ കാര്യം വരുന്നത്. വെറുതെ അംഗൻവാടി മാത്രം കെട്ടിയിട്ട് കാര്യമുണ്ടോ? റോഡ് അങ്ങോട്ട് കെട്ടിയാലല്ലേ ഇവർക്ക് പച്ചക്കറിയും സാധനങ്ങളും എന്താ പറയുക മറ്റിടങ്ങളിലേക്ക് കച്ചവടത്തിന് എത്തിക്കാനും സാധനങ്ങൾ വരാൻ പോകും. അപ്പോൾ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ തീർച്ചയായിട്ടും അതിലുണ്ടാകും. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, 2 ഇവിടെ വന്നിട്ടുണ്ട്. 1 ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, PRA സ്ട്രെങ്തനിങ് നേരത്തെ പറഞ്ഞ ലോജിക്കിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് അത് 100% എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് അത്ര, കാരണം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്, ഒട്ടും സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജനജാതി ആദിവാസി എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് നമുക്കിത് ഒഴിവാക്കാനായിട്ടുള്ള നേരത്തെ പറഞ്ഞ ലോജിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കൂ, പീപ്പിൾസ് ക്യാമ്പയിൻ ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. കേരളമാണ് 96. അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും വരുന്നില്ല. ഇനി ഏതാണ് പോവർട്ടി ലൈനസ് ഡെസ്റ്റിറ്റ്യൂഷൻ ലൈന്? ജീൻ ഡ്രെയ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ആദ്യമായിട്ട് വരുന്നത്. ടെണ്ടുൽക്കറും മറ്റ് രംഗരാജനും ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെതായിട്ടുള്ള ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. ജീൻ ഡ്രെയ്സ് ആണ് PSC തന്നിട്ടുള്ളത്. ഇനി ഇത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്ന എക്കണോമിക്സിൽ എന്താണ് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് അല്ലേ. ഇത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങൾ മൾട്ടി ഡയമെൻഷനിൽ എടുക്കുന്നുണ്ട്. അതിൽ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് എന്ന തലം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കണക്കാക്കുന്നില്ല. ഇനി നബാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്ഷൻ A ആണ് തന്നിട്ടുള്ളത്. ടു സെർവ് ആസ് ആൻ അപെക്സ് ഫൈനാൻസ്, ടു സെർവ് ഡു നോട്ട് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. ടു സെർവ് ആസ് ആൻ അപെക്സ് ഫൈനാൻസിങ് ഏജൻസി ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ക്രെഡിറ്റ് ഫോർ പ്രൊമോട്ടിംഗ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
ഇത് എന്താ പറയുക വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള അവരുടെ എന്താ പറയുക നമ്മളുടെ സൈറ്റുകളിൽ തന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടിട്ട് തന്നിട്ടുള്ളതാണ്. ഇതിലേക്കും കുറേ ആളുകൾ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്കൊക്കെ വന്നിട്ട് ഈ എല്ലാം വരുമോ, സ്റ്റേറ്റ് ഗവൺമെന്റ്, റിസർവ് ബാങ്ക്, ഈ തലത്തിലുള്ള എല്ലാത്തിലേക്കും വരുമോ എന്ന് പറഞ്ഞിട്ട് സി ഓപ്ഷനെ കുറിച്ച് ചിലർ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. നമുക്കത് വേണമെങ്കിൽ റേസ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ഓപ്ഷൻ എ എന്നുള്ള തലത്തിലേക്ക് വലിയ ഡൗട്ടുകൾ അധികം അങ്ങോട്ട് തോന്നുന്നില്ല. നമുക്ക് നോക്കിയിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അടുത്ത ഏതാണ്? 38 എളുപ്പമായിട്ടുള്ള ചോദ്യമാണെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരും എന്താണ് നമുക്ക് കറക്റ്റായിട്ട് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഏതാണ്? ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് എന്ത് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ RRBസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞ എക്സാമിൽ ചർച്ച ചെയ്തിരുന്നു അല്ലേ. നമ്മുടെ മോക്ക് ടെസ്റ്റ് ഡിസ്കഷനിൽ KGB അത് കാനറ ബാങ്കാണ് സ്ഥാപിച്ചിട്ടുള്ളത്, ഒരു പബ്ലിക് സെക്ടർ ബാങ്ക്. അതിൻ്റെ എന്താ പറയുക, ഇത്ര പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഓരോരുത്തരും സെൻട്രൽ ഗവൺമെൻറ് അല്ലെ 50%, 35%, 15% എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കണക്കൊക്കെ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏതാണ് 1 to 4 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അപ്പത്തെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ 1 to 4 ഉള്ള ഒരൊറ്റ സാധനമേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കളഞ്ഞു. ആൻസർ കിട്ടി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞു അല്ലേ. നമ്മൾ മോക്ക് ടെസ്റ്റിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് എഴുതാനായിട്ട് പറ്റുമായിരുന്നു. അടുത്ത ചോദ്യം ഏതാ? ബിഗ് പുഷ് തിയറി. ബിഗ് പുഷ് തിയറി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടുക, ഒരു വൈഡ് ഏരിയ, അതായത് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള മേഖലകൾ ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തണം എന്ന രീതിയിൽ. അതായത് ഈ ഒരു മേഖല മാത്രമല്ല വളരുക, എല്ലാ മേഖലയിലും കൃത്യമായ പഠിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ആ ഇൻവെസ്റ്റ്മെന്റുകളാണ് മൊത്തത്തിലുള്ള എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന തലത്തിലുള്ള ഒരു തിയറിയാണ് ബിഗ് പുഷ് തിയറി വരുന്നത്. ഇത് റോസൻറ്റൈൻ റോഡറാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ജസ്റ്റ് നിങ്ങൾ ആരൊക്കെ എന്താ പറയുക മാവേലി സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല. അരി വന്നു, ഗോതമ്പ് വന്നു, മണ്ണെണ്ണ വന്നു എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ബാജറയാണ് ഇത് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഏതാണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മൈക്രോ ഫൈനാൻസ് ഇൻ ഇന്ത്യ. ഓൾ ദ എബവ് ആണ്. ചിലർക്കെങ്കിലും ബംഗ്ലാദേശ് എന്ന് പറയുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? കാരണം ഈ അടുത്തായിട്ട് മുഹമ്മദ് യൂനുസ് അവിടെ എന്താണ് സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് എഗെയിൻ ന്യൂസിൽ വന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മൈക്രോ ഫൈനാൻസ് രീതികൾ. ആ മൈക്രോ ഫൈനാൻസിൻ്റെ രീതികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവുക. ഡൗട്ട് വേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ നിന്ന് എടുത്തത് തന്നെയായിരുന്നു. ഡി ആയിരുന്നു ശരിയായിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് ഹാസ് റെക്കമെൻഡഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് 3 ടയർ? ഉറപ്പാണല്ലോ, നമ്മൾ ഇതിൻ്റെ കമ്മിറ്റികളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ആളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. മൂപ്പരാണ് 3 ടയർ സിസ്റ്റം പറയുന്നത്. പിന്നെ 2 ടയർ സിസ്റ്റം എന്ന തലത്തിലേക്ക് വരുന്നത് ആരായിരുന്നു? അശോക് മേത്ത കമ്മിറ്റി ആയിരുന്നു അല്ലേ. ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദിജി സക്ഷം. അപ്പോൾ ദിജി സക്ഷം ഫാക്ച്വൽ ആയിട്ട് നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കേണ്ട കാര്യമാണ്. 1, 2 and 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യാം, ഇത് 1, 2 and 3 അല്ലേ, 3 കൂടി വരില്ലേ? സ്കീം പർട്ടിക്കുലർലി ഫോക്കസ് ഓൺ റൂറൽ ഏരിയാസ് എന്ന് കൂടി പറയാൻ പറ്റില്ലേ? റൂറൽ ഏരിയാസിലേക്ക് ഇതിൽ കൂടുതൽ ചർച്ച കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ PSC തന്ന എന്താ പറയുക ഓപ്ഷൻ എന്ന് പറയുന്നത് 1 and 2 ആയിരുന്നു. ഈ ഇഷ്യൂ എന്താവും നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടി വരും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ലഖ്പതി ദീദി സ്കീം. ലഖ്പതി ദീദി സ്കീമിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇതിലും ഒരു ചെറിയൊരു എന്താ പറയുക ഇഷ്യൂ പോലെ ചിലരൊക്കെ പറയുന്നത് കേട്ടു. ലഖ്പതി സ്കീം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ സ്കീം ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് സ്ട്രെങ്തനിങ് ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ കോപ്പറേറ്റീവ്സ്. എന്ന് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി എന്താണ്, ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് 1,00,000 രൂപ അല്ലെ, ലഖ്പതി എന്നാണ് പറയുന്നത് അല്ലെ, നമ്മൾ ലക്ഷാധിപതി എന്ന് പറയില്ലേ, ആ രീതിയിൽ സ്ത്രീകൾക്ക് എന്താണ് ഈ രീതിയിൽ ഇൻകം ഉണ്ടാക്കിയ ആളുകൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കും. ഇത്തരത്തിലുള്ളൊരു സ്കീമാണ് ഏതെന്ന് പറയുന്നത് ലഖ്പതി ദീദി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു സ്ട്രെങ്തനിങ് എന്ന തലത്തിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എന്താ പറയുക ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആൻസർ തന്നിട്ടുള്ളത് ഏതാണ്? 1 ആണ് തന്നിട്ടുള്ളത്. 1 എന്ന് എടുക്കാൻ പറ്റുമോ, അതായത് ഇതിൽ റോങ് എന്ന് പറയുന്ന സമയത്ത് പക്ഷേ ഏതാണ്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും റോങ് ഉണ്ട് പക്ഷേ എന്ന തലത്തിൽ എടുക്കേണ്ടി വരും അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉള്ളതിൽ എടുക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് ഏതാണ്? അത് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 1 ഓൺലി എന്ന് പറയുന്നതാണ് ഉള്ളത്. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ സംശയമായിട്ട് ചോദിച്ചു. ഞാനും അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക ഡെഫിനേഷനൊക്കെ വായിച്ച് നോക്കിയ സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റിനെ വേണമെങ്കിൽ എന്താ പറയുക ശരി എന്ന തലത്തിലേക്ക് വളച്ചൊടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് അങ്ങനെ ചെയ്യാനൊക്കെ പറ്റുമെന്നുള്ള രീതിയിൽ തോന്നുന്നു. കാരണം ഈ സ്ട്രെങ്തനിങ് എന്ന് പറയുന്ന വാക്ക് ഏത് രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അടുത്ത ഏതാണ്? നമ്മളുടെ നബാർഡുമായി ബന്ധപ്പെട്ട പല പ്രൊജക്റ്റുകൾ എന്ന് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നാഫിസ് ഉൾപ്പെടെയുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നും പ്രൊജക്റ്റ് പറയുകയാണ് ചെയ്തത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളിത് പഠിപ്പിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്താ ചോദ്യം എന്താണ്? ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്
ആസ് പെർ റീസെൻ്റ്ലി റിലീസ്ഡ് ഓൾ ഇന്ത്യ റൂറൽ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ. അപ്പോൾ നബാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞു പോയിരുന്നു. ഇങ്ങനെ എന്താ പറയുക, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ ബേസിക്കാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുമെങ്കിൽ എന്താണ് ഇത് ഒരു മാർക്ക് കിട്ടാൻ എന്താ പറയുക സാധ്യതയുള്ള സ്ഥലമാണ്. ബാക്കി കാര്യങ്ങളിൽ വെച്ചിട്ട് എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നബാർഡിന്റെ പ്രൊജക്റ്റുകളിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മളുടെ മോക്ക് ടെസ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്, ക്ലാസ്സിലല്ല. മോക്ക് ടെസ്റ്റിൽ നമ്മൾ RRBസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക നബാർഡിനെ കുറിച്ചും പറഞ്ഞു പോയ സ്ഥലങ്ങളിൽ നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് അവരുടെ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കിസാൻ ക്രെഡിറ്റ് കാർഡ് എമേർജ്ഡ് ആസ് എ കീ ടൂൾ ഫോർ പ്രൊമോട്ടിംഗ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ റൂറൽ അഗ്രികൾച്ചറൽ സെക്ടർ. ഈ ഭാഗം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഓർത്തെടുത്തിട്ട് എഴുതാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു മാർക്കായിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു. അടുത്ത ചോദ്യം ഏതാണ്? മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. സോ 73rd അമെൻമെന്റ് ഡീസെൻട്രലൈസേഷൻ. പഞ്ചായത്ത് എളുപ്പമുള്ള ചോദ്യമല്ലേ കൂട്ടുകാരെ? സംശയങ്ങളുണ്ടോ? 1, 3 പോകും. ഗ്രാം സ്വരാജ്, വില്ലേജ്, സെൽഫ് റൂൾ അല്ലേ? ഇതിന്റെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ അല്ലേ ഈ വന്നിരിക്കുന്നത് അല്ലേ? 2 ഏതാണ് വരിക? 73rd അമെൻമെന്റ് എന്താണ്? സീരീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോമുകളായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് സംശയങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടും നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, എ ആണ് എന്നുള്ളത്. വാട്ട് പ്രോംപ്റ്റഡ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ടു കൺസിഡർ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ? നോക്കൂ, ബ്രിട്ടീഷുകാരെ എപ്പോഴും ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? അവർക്ക് കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദർ വാസ് എ സിവിയർ ഫൈനാൻഷ്യൽ പ്രഷർ ആഫ്റ്റർ 1857 മ്യൂട്ടിനി. അതാണ് അവർ എന്തിലേക്ക് നയിക്കുന്നത്? ഡീസെൻട്രലൈസേഷനിലേക്ക്. നമ്മൾ പറഞ്ഞത് ഓർമ്മയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ എന്ന തലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1857 മ്യൂട്ടിനിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു തലം അവർ എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പ്രത്യേകം 1861 കൗൺസിൽസ് ആക്ട് മുതൽ ഡീസെൻട്രലൈസേഷൻ കാര്യങ്ങൾ വരുന്നു. ഓരോരോ സബ്ജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം നമ്മൾ ആദ്യം ചർച്ച ചെയ്തില്ലേ? പോർട്ട്ഫോളിയോ സിസ്റ്റം വരുന്നു. എന്തിനാ അതൊക്കെ വരുന്നത്? ഇതൊക്കെ വരുന്നത് താഴെത്തട്ടിൽ മുതൽ എല്ലാവർക്കും കാര്യങ്ങളും കൊടുത്ത് ടാക്സും മറ്റും ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വരുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്ത്യക്കാർക്ക് അധികാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. നമ്മൾ ആ കൺസെപ്റ്റുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ? ആ കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്. പ്രൈമറി പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 1243T ഇത് അറിഞ്ഞാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻഷുർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻ മുനിസിപ്പാലിറ്റീസ്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ? കിലയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, ഇതെന്താ? ബെസ്റ്റ് പ്രാക്ടീസസ് അല്ലെ? എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിപാടി എന്താ? ഉള്ളതിലെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ത് ചെയ്യുക? ഡോക്യുമെന്റ് ചെയ്യുക. അവ എന്ത് ചെയ്യുക? മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇത് ഓൺ ഗ്രൗണ്ട് എന്ന തലത്തിലേക്കാളും എന്താണ്? അവർ ഡോക്യുമെന്റ് ചെയ്ത് നടത്തലാണ്. പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് എക്സിക്യൂഷൻ തലങ്ങളിലേക്കല്ലാതെ വരുന്നത് അല്ലെ? വിമൻസ് എംപവർമെന്റ് മാത്രം പെർട്ടിക്കുലർ ആണോ? എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് മാത്രം പെർട്ടിക്കുലർ ആണോ? ഇതൊക്കെ പെർട്ടിക്കുലർ സാധനങ്ങളാണ് അല്ലെ? പക്ഷെ ഒരു അഡ്മിനിസ്ട്രേഷൻ തലത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന പരിപാടി എന്തായിരിക്കും? ഒരു ജനറലൈസ്ഡ് പർപ്പസ് ആയിരിക്കും മോസ്റ്റ്ലി അല്ലെ? ഡോക്യുമെന്റ് ബെസ്റ്റ് പ്രാക്ടീസസ് ഓൺ ലോക്കൽ ഗവർണൻസ് ഫോർ ഡിസിമിനേഷൻ. അത് എന്താ പറയുക? ഒരു ജനറലൈസ്ഡ് പർപ്പസ്. ആ ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ ഇത് വേണമെങ്കിൽ ശരിയാക്കാമായിരുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ്? നമ്മൾ സ്ലൈഡിൽ അതേപോലെ എനിക്ക് തോന്നുന്നു അത് നമ്മളെന്ന് മാത്രം മറ്റു കാര്യമില്ല, ഇത് എല്ലാവരും തന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 6 അടിക്കാനുള്ള ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു ഉണ്ടാവുക. ദ 12th ഷെഡ്യൂൾ സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ പ്രത്യേകം എന്താ പറയുക മുനിസിപ്പാലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നാണ് എടുത്ത്. പഞ്ചായത്തിൻ്റെ ആണെങ്കിലും 2 സ്ഥലം 11th ഷെഡ്യൂളും 12th ഷെഡ്യൂൾ 2 ഷെഡ്യൂളുകളിലേക്കുള്ള സബ്ജക്റ്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം നമ്മൾ എന്താണ് ഓർക്കേണ്ട കാര്യമാണ്. മാച്ച് ദ ഫോളോയിങ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എഗെയിൻ കമ്മിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓപ്ഷൻ ബി ആണ്. കുറേ എഗെയിൻ ക്ലാസ് എടുക്കാൻ ഞാൻ നിൽക്കുന്നില്ല. നമ്മൾ ആ കമ്മിറ്റികളെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള സവിശേഷതകൾ ആലോചിച്ചിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ഏതാ? 53 ഏതാണ്? ഓപ്ഷൻ സി പറയുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ? ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. 1, 2 and 3 ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? 1, 2 and 3 എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? 1, 2 and 3 എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. നോക്കൂ, ഇതിൽ പക്ഷേ ഓപ്ഷൻ ഡി അല്ലേ വരിക എന്ന തലത്തിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താ കാരണം? 4 ഓപ്ഷൻ എന്താ ചോദിച്ചിരിക്കുന്ന സാധനം? ഏതാ? കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 4 ഓപ്ഷൻ ഏതാ? പ്രൊവിഷൻ ഓഫ് ഗ്രാമസഭ ഫോർ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. ഗ്രാമസഭയുടെ ഉദ്ദേശം സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് 4 വരാണ്ടിരിക്കുന്നത്? 4 വരണമല്ലോ. 4 ഉള്ളത് അപ്പോൾ ഇതാണ്. പിന്നെ ഏതാണ് വരുന്നത്? ഇത് മാത്രം അല്ലെ? അപ്പം ഈ 4 ഓപ്ഷൻ ശരിയാണ് എന്ന് കണ്ട് മാത്രം ഏതാണ് ഡി ടിക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു ചോദ്യമാണ് ശരിക്കും. 3 ഓപ്ഷൻ നോക്കൂ. സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രൊജക്ട്. സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണോ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റിന്റെ ഉദ്ദേശം?
കറക്റ്റ് ഓപ്പോസിറ്റ് അല്ലേ ഇവ രണ്ടും തമ്മിൽ. അപ്പോൾ 3 വരാൻ സാധ്യത ആക്ച്വലി ഇല്ല. പക്ഷേ ഓപ്ഷനിൽ 1, 2 and 3 എന്ന് തന്നിട്ടുണ്ട്. 1, 2 and 4 ആവാനാണ് സാധ്യതയുള്ളത്. ഇതും PSC ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്ന് ആരൊക്കെ ഇഷ്യൂസ് റേസ് ചെയ്യുമെന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്കൊന്ന് കാണേണ്ടതായിട്ട് ഉണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫർ ഓഫ് പോളിസി ആൻഡ് ലെജിസ്ലേറ്റീവ് പവർ ടു ലോക്കൽ കൗൺസിൽസ്? എന്തൊക്കെയാണ് അവിടെ നോക്കുന്നത്? നോക്കൂ, എന്തൊക്കെയാണ് പോകുന്നത്? പോളിസി ഉണ്ടാക്കുന്നത്. എപ്പോഴാണ് പോളിസി ഉണ്ടാക്കുന്നത്? ലെജിസ്ലേഷനിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ അല്ലേ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആണോ നിയമനിർമ്മാണം? അല്ല. ലെജിസ്ലേഷൻ ആണ് നിയമനിർമ്മാണം അല്ലേ. ഫിസിക്കൽ മാത്രമാണോ? ധനം മാത്രമാണോ? അല്ല. ജിയോഗ്രഫി പരിഗണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഈ എന്താ പറയുക, തീരുമാനങ്ങൾ, പോളിസി എടുക്കുന്നതും ലെജിസ്ലേഷൻ നടത്തുന്നതും ഏത് തരത്തിലുള്ള ഭാഗമാണ്? പൊളിറ്റിക്കൽ വിങ് അല്ലേ. നമ്മൾ തെരഞ്ഞെടുത്ത് പോയിട്ടുള്ള ആളുകളല്ലേ. അപ്പോൾ ഏത് തലത്തിലുള്ള ഒരു ഡീസെൻട്രലൈസേഷൻ അവിടെ ഈ പോളിസിയും ലെജിസ്ലേറ്റീവ് പവറും കൊടുക്കുന്ന സമയത്ത് നടക്കുന്നത്? പൊളിറ്റിക്കൽ തലത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. ഡ്യൂറിങ് ദ ഗുപ്ത പീരിയഡ്, ഇത് അറിയില്ലെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റും. ഗുപ്ത പീരീഡിൽ വേറെയും ചില ടേമുകൾ സിറ്റിയിലെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്കുണ്ട്. ബട്ട് നോക്കൂ, ചോദ്യം എന്താ? ഗുപ്ത പീരീഡിൽ ടൗണുകൾ ഗവേൺ ചെയ്യാൻ, നഗരങ്ങൾ നോക്കാനുള്ള, നഗരത്തിന്റെ പര്യായം അറിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടി അല്ലേ. ഇതാണ് സെൻട്രലി അപ്പോയിന്റഡ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഗുപ്ത പീരീഡിൽ സെൻട്രലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ആളുകളാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. സെൻട്രലി അപ്പോയിന്റഡ് ആയിട്ടുള്ള വേറൊരു ടേം നമ്മൾ പറഞ്ഞിരുന്നു. സെൻട്രലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ആ ടേമിന്റെ വേറെ എന്താ പറയുക, അനദർ യൂസേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെൻട്രലി അപ്പോയിന്റഡ് ഏതാണ്? പുരപാൽ. എന്താണ് പുരപാൽ എന്ന് വെച്ചാൽ? പുരം, നഗരം അല്ലെ. പുരത്തിനെ പാലിക്കുന്നവൻ, പുരപാൽ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. മനസ്സിലായ കൂട്ടുകാർക്ക്? അടുത്ത ചോദ്യം നോക്കൂ എന്താണെന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊവിഷൻ ഓഫ് 74th Amendment, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ? 74th Amendmentൽ എന്താ പറയുക, ബാക്കി കാര്യങ്ങളൊക്കെ വരില്ലേ? നോക്കൂ, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി വരും, ഫൈനാൻസ് കമ്മീഷൻ വരും, നമുക്കറിയാം. മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയും 74th വരാൻ സാധ്യത, കാരണം ഇത് കോമൺ ആണ്. അർബൻ റിന്യൂവൽ മിഷനൊക്കെ പിന്നീടാണ് അല്ലെ. 74th Amendment റിലേറ്റഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. സോ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ എന്ന് പറയുന്ന രീതിയൊക്കെ കുറച്ചുകൂടി റീസെന്റ് ആണ്. സോ 74th റിലേറ്റഡ് ആയിട്ടല്ലാതെ വന്നിട്ടുള്ളത്. അടുത്ത നോക്കൂ. ഇൻ 1962 one of the states passed an act giving provisions for 3 tiers of പഞ്ചായത്ത് രാജ് ഗവൺമെന്റ്. അപ്പോൾ ആന്ധ്രാപ്രദേശൊക്കെ വളരെ റീസെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേരളവും അല്ല നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്തർപ്രദേശും മധ്യപ്രദേശും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു തർക്കമായിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക. ആൻസർ മധ്യപ്രദേശാണ് പക്ഷെ വന്നിട്ടുള്ളത്. ഫാക്ച്വൽ ചോദ്യം ആയിരുന്നു. ഇനി 58. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഡീസെൻട്രലൈസേഷൻ റിഫോംസ് ഇൻ ഇന്ത്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ഇൻക്രീസ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ചെയ്യാൻ ഡീസെൻട്രലൈസേഷൻ നടത്തുമോ? നടത്തില്ല. ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് നടത്താൻ ഡീസെൻട്രലൈസേഷൻ ഉപകാരപ്പെടും. പക്ഷെ ഡീസെൻട്രലൈസേഷൻ നടത്തിയാലേ എക്കണോമിക് ഗ്രോത്ത് വരികയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എക്കണോമിക് ഗ്രോത്ത് വേണമെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്തായാലും വേണം, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി അപ്പോൾ അതെന്താണ്? അത് ആക്ച്വലി നമുക്ക് അത് വരില്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. ഇനി അടുത്ത് നോക്കൂ. ടു അച്ചീവ് എഫക്റ്റീവ് ആൻഡ് ഇക്വിറ്റബിൾ ഡെലിവറി ഓഫ് സർവീസസ് ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. നോക്കൂ, ഇൻക്ലൂസീവ് ആക്കാനല്ലേ ഡീസെൻട്രലൈസേഷൻ നടത്തുന്നത്. ഒരു സ്ഥലത്ത് നിൽക്കാണ്ട് എല്ലാ ആളുകളിലേക്കും എന്താണ് അധികാരം എത്തിക്കുക എന്ന തലത്തിലുള്ള സാധനമല്ലേ ഇത് ഇവിടെ നടക്കുന്നത്. സോ ഇൻക്ലൂഡ് ചെയ്യാനല്ലേ ഇത് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത് 3 ശരിയാണെന്നറിയാം. ടു റെഡ്യൂസ് ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഡീസെൻട്രലൈസേഷൻ? അല്ല, കൂടുതൽ എന്താണ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ 4 വരില്ലെന്ന് അറിയാം അല്ലേ. അപ്പോൾ 3 ആണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 2 നിങ്ങൾ ചിലപ്പോൾ നോക്കാൻ സാധ്യതയുണ്ട്, 2ഉം 3ഉം ശരിയല്ലേ എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താ പറയുക, ഡീസെൻട്രലൈസേഷൻ നടത്തിയാൽ എക്കണോമിക് ഗ്രോത്ത് എന്തായാലും വന്നിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? ഇനി ഡീസെൻട്രലൈസേഷൻ നടത്തിയില്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതുകൊണ്ട് 2 ചിലപ്പോൾ നമുക്ക് എന്താണ് ഉറപ്പിച്ചിട്ട് പറയാനായിട്ടുള്ള എന്തായാലും ശരി എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. സോ സേഫ് സൈഡ് ഓൺലി 3 ഈസ് കറക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഗ്രാമസഭ? ഓൾ ഓഫ് ദ എബവ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അൺഈവൻ പാർട്ടിസിപ്പേഷൻ അല്ലേ, കേരളത്തിന്റെ അത്രയും സ്ട്രോങ് ആയിട്ട് മറ്റു പല സ്റ്റേറ്റുകളിലും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ഗ്രാമപഞ്ചായത്തിന്റെ ഡെലിവറി സർവീസിലുള്ളത്. പ്ലാറ്റ്ഫോം ഫോർ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഇൻ ലോക്കൽ, എല്ലാം വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഗ്രാമസഭകളുടെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അതിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. എഗെയിൻ
ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ, മസ്റ്റ് ബിഗിൻ അറ്റ് ബോട്ടം ആൻഡ് വേർ ഈച്ച് വില്ലേജ് വിൽ ബി എ റിപ്പബ്ലിക് അല്ലെ. ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച ഗാന്ധിജിയുടെ എന്താ പറയുക, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ നായ്ത്തലിയും ട്രസ്റ്റിഷിപ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളുടെ മുൻപ് ആ ഭാഗത്ത് നമ്മൾ ഏതാണ് ഓരോരും ഒരു ഓട്ടോണോമസ് റിപ്പബ്ലിക് ആയിരിക്കണം എന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി എന്ന് നമ്മൾ അവിടെ പ്രത്യേകം നമ്മൾ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ദ ന്യൂ കേരള കോയിനേജ് ഓഫ് റർബൻ. റർബൻ എന്ന് പറയും, ഇതൊരു കൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു റർബൻ എന്ന ടേം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ് അല്ലെ. എന്താണ്, റൂറലും അർബനും ചേരുന്ന ഇടങ്ങളാണ് റർബൻ അല്ലെ. അപ്പോൾ റൂറലും അർബനും ചേരുന്ന ഇടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ്, ദർ ഇസ് എ ലെസ് ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ അല്ലെ. രണ്ടും തമ്മിൽ എന്താണ്, കേരളം, ഇപ്പൊ കേരളത്തിനെ നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ഏതോ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഇവിടെ PSC-യിലല്ല കേട്ടോ, RRB അവിടുത്തെ ഭാഗത്ത് ഞാൻ പറയുന്നത്, കേരളത്തിന് ഇപ്പോഴും ആൾക്കാർ എന്താണ് ഒരു വലിയ എന്താ പറയുക വില്ലേജ് എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. കേരള ഈസ് എ ഹ്യൂജ് വില്ലേജ്. അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ എന്തുണ്ട്, ചില വലിയ വലിയ നഗരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള വില്ലേജ്, അങ്ങനെ കേരളത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. സോ കേരള കംപ്ലീറ്റ്ലി റൂറൽ ആണോ, കംപ്ലീറ്റ്ലി അർബൻ ആണോ? അല്ല. കേരളം എന്താണ്, കേരളം ഒരു എന്താണ്, ഒരു റൂറലും അർബനും ചേർന്ന ഒരു അർബൻ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. കാരണം എന്താ, ആ സ്ഥലം അർബൻ ആണോ എന്നും അറിയില്ല, റൂറൽ ആണോ എന്നും അറിയില്ല. റൂറലിന്റെ പോലെ എന്താ ഭയങ്കര ദാരിദ്ര്യമില്ല, അർബന്റെ പോലെ എന്താ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക മരങ്ങളും ഒന്നും ഇല്ലാണ്ട് എല്ലാം പോയിട്ട് കെട്ടിടങ്ങൾ മാത്രമായിട്ടുള്ള ഒരു രീതിയുമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇൻ ഷോർട്ട് ഏതാണ്, ദർ ഈസ് ദ ലെസ് ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ. അതായത് ഗ്രാമത്തിനെയും നഗരത്തിനെയും വേർതിരിക്കുന്ന ആ ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ വളരെ കുറവായിട്ടുള്ള ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ഇൻ കേരള ദാൻ ഇൻ അതർ പാർട്സ് ഓഫ് കൺട്രി. ബാക്കിയുള്ള പല രാജ്യങ്ങളിലും വികസനം മുഴുവൻ നഗരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, നഗരത്തിലും ഗ്രാമങ്ങളിലും എന്താണ് ഇത്തരം വികസനങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെ വ്യാപിച്ചു കിടക്കുന്നു എന്നൊരു തലമാണ് റർബൻ എന്ന് പറയുന്ന യൂസേജ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോജിക്കലി ആലോചിക്കേണ്ട കാര്യമാണ്. ബാക്കിയൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അടുത്ത നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് കമ്മിറ്റി ഓഫ് ഡീസെൻട്രൽ. ഇത് ഈ ഒരു പർട്ടിക്കുലർ കമ്മിറ്റിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ജനറൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുമായിരുന്നു, വേണമെങ്കിൽ അതും ഇതൊക്കെ നമുക്കൊന്ന് നോക്കാമായിരുന്നു. പക്ഷേ ഈ കമ്മിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് 1, 3 and 5 ആണ് പറയുന്നത്. 1, 3 and 5 എന്നാണ് എന്ത് പറയുന്നത്, നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമി, സെൽഫ് സഫിഷ്യൻസി, ട്രാൻസ്പെറൻസി എന്നിവ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇത് ഉള്ളതാണ് ഇവർ കൊടുത്തതെന്നാണ് തോന്നുന്നത്. കാരണം ഓട്ടോണമി, സെൽഫ് സഫിഷ്യൻസി, ട്രാൻസ്പെറൻസി ആർ ദ ബേസിക് തിങ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഹെൻസ് ഇവർ ചോദ്യം നോട്ട് എന്ന് ചോദിച്ചു, പക്ഷേ ഇവർ തന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സോ ഈ ക്വസ്റ്റ്യനും റേസ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. ഈ ചോദ്യം അതായത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നോക്കൂ, of the following which is or are the 3 main components of fine question issues and the components of fine given by government for local bodies in Kerala. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. എന്താണ് ഇതിൽ നിന്ന് ഏതെടുക്കണം? സിലബസ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഊഹിച്ചിട്ട് എഴുതിയിട്ട് പോകാൻ പറ്റും. കാരണം എന്താ, സിലബസിൽ ജനറൽ സെക്ടർ പ്ലാൻ, സ്പെഷ്യൽ കോമ്പണന്റ് പ്ലാൻ, ട്രൈബൽ സബ് പ്ലാൻ, ഇത് 3ഉം സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഈ 3 എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ, ഇത് ഞാൻ ടിക്ക് ചെയ്ത് പോയേക്കാം എന്നും വിചാരിച്ച് ടിക്ക് ചെയ്ത് പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് കറക്റ്റ് ആയിരുന്നു. ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ലോജിക്ക് ഇതൊക്കെ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് കൃത്യമായി അറിയില്ല എന്നുണ്ടെങ്കിൽ സിലബസിൽ ഇത് 3 പറഞ്ഞിട്ടുണ്ട്. 3 മെയിൻ എന്ന് പ്രത്യേകം അവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ഇത് മാത്രം എടുത്തങ്ങ് പോയേക്കാം എന്ന് സേഫ് സൈഡ് കളിച്ചവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു, വളരെ നല്ല രീതിയിൽ കളിച്ചു എന്ന് പറയാം. അടുത്തത് നമുക്ക് അറിയേണ്ട എന്താ പറയുക, കൃത്യമായിട്ട് അറിയേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ 2 നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ട്രിക്ട് കൗൺസിൽസ് ബില്ല് വന്നത്, നമ്മൾ ഡിസ്ട്രിക്ട് കൗൺസിൽ ബില്ല് എവിടെയാണ്, ഡിസ്ട്രിക്ട് കൗൺസിൽ ബില്ല് 959 നമ്മൾ വേറെ ആയിട്ട് തന്നെ ബില്ല് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഡിസ്ട്രിക്ട് കൗൺസിൽ ബില്ല് 96 അല്ല നമുക്കറിയാം. ഉള്ളൂർ മോഡൽ 58 അല്ല. സെൻ കമ്മിറ്റി എന്തിനാണ് കൂട്ടുകാരെ വന്നിരിക്കുന്നത്? സെൻ കമ്മിറ്റി വന്നിരിക്കുന്നത് തന്നെ നമ്മളുടെ 94-ലെ നമ്മളുടെ 92-ൽ പഞ്ചായത്ത് അവിടെ പാസ്സാക്കി, 94-ൽ നമ്മളുടെ ആക്ട് വന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് സെൻ കമ്മിറ്റി വന്നത്. അപ്പോൾ ആ സെൻ കമ്മിറ്റി 90-ൽ വരുമോ? അപ്പോൾ ഇതും എന്താണ്, അല്ല. സോ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ആ സ്ലൈഡ് കാണിക്കാൻ വേണ്ടി ഇട്ടുന്നുള്ളത് പോട്ടെ. കൺസിഡർ ദ, ഞാൻ സ്ലൈഡുകൾ ഇങ്ങനെ വലിച്ചിട്ട് തുടങ്ങിയതായിരുന്നു. പിന്നെ എൻ്റെ ഒരു മടി സ്വഭാവം കാരണം ഞാൻ എന്ത് ചെയ്തില്ല, പിന്നെ അത് വലിച്ചിടൽ നിർത്തി പരിപാടി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ നമ്മുടെ ഉദ്ദേശം പ്രധാനമായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാമുകളിലേക്ക് നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് അറിയലാണ്. അല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ ജാതകം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. സോ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം ഏതാ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട്
ദ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയെ കുറിച്ച് നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? നമ്മൾ ഇതേപോലെ പഠിച്ചിട്ടുള്ളതല്ലേ കൂട്ടുകാരെ? ഹെഡഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ ആണോ? ഡിസ്ട്രിക്ട് കളക്ടർ അല്ല അല്ലേ, പ്രസിഡന്റ് ആണ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. MP MLAs ആർ പെർമനന്റ് ഇൻവൈറ്റീസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15 മെമ്പർമാർ, ഇറ്റ്സ് മെമ്പർ സെക്രട്ടറി സെലക്ടഡ് ബൈ എന്താ പറയുക മെമ്പേഴ്സ്. മെമ്പർ സെക്രട്ടറി ആരാ? മെമ്പർ സെക്രട്ടറി കളക്ടറാണ് മെമ്പർ സെലക്ടർ. അപ്പോൾ ഇദ്ദേഹം എലക്ട് ചെയ്യപ്പെടുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ദിസ് കമ്മിറ്റി കൺസോളിഡേറ്റ്സ് പ്ലാൻസ് ഓഫ് പ്രിപ്പയർഡ് കറക്റ്റ് ആണ് അല്ലേ. ഇവരുടെ എന്താ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പരിപാടി തന്നെ എന്താണ്? കൺസോളിഡേഷൻ ഓഫ് ദ പ്ലാനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയ പ്ലാനുകളുടെ കൺസോളിഡേഷൻ ആണ് പരിപാടി. അപ്പോൾ ഏതാണ്? 2ഉം 4ഉം മാത്രമേ ശരിയുള്ളൂ. ആ കാര്യവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്, നമ്മൾ പഠിച്ച അതേപോലത്തെ കാര്യങ്ങളാണ്. അതിലൊന്നും സംശയങ്ങൾ ഉണ്ടാവരുത് ഒരിക്കലും നിങ്ങൾക്ക്. അടുത്ത ഏതാ? ദ ടോട്ടൽ ക്രോപ്ഡ് ഏരിയ ഓഫ് കേരള ആസ് എ പെർസെൻറ്റേജ് ഓഫ്, അഗെയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിച്ചിട്ട് പോവാം, പക്ഷേ ബെറ്റർ ഇതൊക്കെ വിടുന്നതാണ്. കാരണം ഇത്രയധികം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ അറിയുമോ എന്നറിയില്ല. ഇത് എനിക്ക് വേണമെങ്കിൽ ഇത് ഇന്ന കാര്യം ആലോചിച്ച് ഇത് നിങ്ങൾക്ക് കളയാം, അങ്ങനെ കളയാന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഒരുപാട് എന്താ പറയുക പോയിന്റുകൾ വായിച്ച് ഒരുപാട് സമയമെടുത്ത് എക്സാം ചെയ്യേണ്ട ഒരു എക്സാം ഹാളിൽ ഇങ്ങനെ വല്ലാണ്ട് ഫാക്ച്വൽ ആയിട്ടുള്ള വല്ലാണ്ട് ഡേറ്റ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പിന്നീട് മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്ക് ഇത് ഇന്ന കൊല്ലം അല്ലേ, അപ്പോൾ ഇന്ന കൊല്ലം ഇത്ര ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇരുന്ന് പറയാം. പക്ഷേ എനിക്ക് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ തന്നെ ഞാൻ എന്ത് എടുക്കും? ചിലപ്പോൾ ഒരു 3 മിനിറ്റ് എടുക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ആലോചിക്കണമെന്നെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ 1.5 മിനിറ്റോ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മൊത്തം ഒന്ന് പഠിച്ച് വരാം, ഒന്ന് നോക്കി കൃത്യമായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സമയങ്ങൾ. പക്ഷേ ഇതൊക്കെ നോക്കൂ, ഡിക്ലൈൻ ടു 35.5%, 25, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം തന്നെ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും അല്ലേ. ഈ ലെവൽ ഓഫ് ഡിക്ലൈൻ എന്ന തലത്തിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കാൻ സുഖമായിട്ട് സാധിക്കും നമുക്ക്. എന്നിരുന്നാലും ബാക്കിയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അടങ്ങുന്ന സ്ഥലങ്ങളാണ്. ബെറ്റർ നിങ്ങൾ എന്താണ് ഒന്ന് വിട്ടുപോകുന്നതാണ്. ഓപ്ഷൻ എ ആയിരുന്നു PSC തന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്തായിരുന്നു? ഇത് നമ്മളുടെ ക്ലാസ്സിൽ ആ മെമ്പർ സെക്രട്ടറിക്ക് പഠിപ്പിച്ചതാണ്. അത് കുഴപ്പമില്ല. നമ്മൾ എല്ലാ സ്ലൈഡും വലിച്ചിടാൻ നിന്ന നമ്മളുടെ ചർച്ച തീരില്ല. അതുകൊണ്ട് നമ്മൾ സ്ലൈഡ് വലിച്ചിടൽ നിർത്തിയതായിരുന്നു. അടുത്ത ചോദ്യം എന്താ നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ അയ്യങ്കാളി അർബൻ. ഇത് അഗൈൻ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ടുള്ള ഡയറക്റ്റ്ലി വന്ന കാര്യമാണ്. 2 and 4 മാത്രമാണ് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കടക്കാനായിട്ട് നിൽക്കുന്നില്ല. 2 and 4 ഓൺലി, 2ഉം 4ഉം മാത്രമാണ് തന്നിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി 2 എന്ന് പറയുന്നതാണ്. ഇത് അഗൈൻ നോക്കൂ, നിങ്ങൾക്ക് അറിയും തോന്നുന്നു, നമ്മൾ ഇത് രണ്ടും പഠിച്ചിട്ടില്ല. ഇവിടെ നോക്കൂ, 61 ഇൻ 61 കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്താണ് വരുന്നുണ്ട്. ഓക്കെ, 61 നോക്കൂ. അയ്യോ, ഇത് എന്തിനാണ് ഞാൻ വലിച്ചിട്ടത്? എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഇത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു? പോട്ടെ, നോക്കാം, അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ 61 എന്താണ്? കേരള പഞ്ചായത്ത് രാജ് ആക്ട് വാസ് പാസ്ഡ് വിച്ച് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലോക്കൽ ബോഡീസ്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ 1959 എന്താണ് നിർദ്ദേശം വരുന്നതും 1960 ഇതിന്റെ ആക്ട് വരുന്നതും 61 എന്താണ് 62 കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നതും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 61 സമയത്ത് എന്ത് വരുന്നുണ്ട്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലോക്കൽ ബോഡീസിലേക്ക് എന്താണ് നടക്കുന്നത്? 60 ഇത് അവതരിപ്പിക്കുന്നു, 61 പാസ്സാകുന്നു. അപ്പോൾ പാസ്ഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സ്ലൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ കേരള 2 years ആഫ്റ്റർ ദ പാസിംഗ് ഓഫ് കേരള. കറക്റ്റ് അല്ലേ? 96 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ നമുക്ക് ഓൾറെഡി അറിയാം. 94 പഞ്ചായത്ത് രാജ് ആക്ട് വന്നെന്ന് അറിയാം. ഇതിന് 2 വർഷം, 94 2 വർഷം കഴിഞ്ഞിട്ടുള്ള 96. അപ്പോൾ ഇതും എന്താണ്? ശരിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ട്. ഇനി ഇൻ 1981 ഡിസ്ട്രിക്ട് കൗൺസിൽസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള. ഇത് കാണിക്കാനാണ് ഇത് വിട്ടിട്ടുള്ളത് അല്ലേ. ഡിസ്ട്രിക്ട് കൗൺസിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഈ സാധനത്തിൽ? ദ ഫോർമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് കൗൺസിൽ 91 അപ്പോൾ 81 അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ തുടക്കത്തിൽ വലിച്ചിട്ട കാര്യങ്ങളാണത്, അത് നിങ്ങൾ കണക്കാക്കണ്ട. അപ്പോൾ ഇതും എന്ത് ചെയ്യുക? മനസ്സിലാക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. സോ ഓൺലി 2 അല്ലേ, ഓൺലി 2 ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത് 2 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഇതാണ് ഓപ്ഷൻ വരുന്നത്. കൃത്യമാണല്ലോ, സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പ്ലാനിംഗ് പ്രോസസ് ദർ ഈസ് എ സ്ട്രക്ചർ ഓഫ് വർക്കിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഇതെന്താ വെച്ചാൽ എന്താ പറയുക, ഡെവലപ്മെന്റ് ഏതാണ്, വെൽഫെയർ ഏതാണെന്ന് പറയുന്നതാണ്. 1ഉം 4 നോക്കൂ, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ, അറിയാം നമുക്ക്. വിമൺ ഡെവലപ്മെന്റ് ഏതാണ്? വിമൺ, ചിൽഡ്രൻ എന്നൊക്കെ ഏതാണ്? വെൽഫെയർ തലത്തിലേക്ക് നമുക്ക് കണക്കാക്കാവുന്നുണ്ട്, ഡെവലപ്മെന്റ് തലത്തിലേക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് വെൽഫെയർ തലത്തിലാണോ? ക്ലൈമറ്റ് ചേഞ്ച് എപ്പോഴും ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടല്ലേ വരുന്നത്. SC ST വെൽഫെയർ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് 1 and 4 എന്ന തലത്തിൽ 2 മാത്രം തരുന്നത്. ഓക്കെ, 1 and 4 മാത്രം തരുന്നത് അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ദ ഫണ്ട് അലോക്കേഷൻ ഓഫ് LSGs ഇൻ ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഇത് നമ്മളുടെ ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളമാണ് ചെലവുകൾ വരേണ്ടത് എന്നീ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓൺലി 3 എന്ന തലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓൺലി 3 എന്ന തലത്തിൽ പറയുന്നുണ്ട്. ഓൺലി 3 എന്ന് പറയുന്ന സമയത്ത് ഏതാ? പെർസെൻറ്റേജ് ഓഫ് ഗ്രാൻസ് ഇൻ നീഡ് ടു ദ LSGs ഡിക്ലൈൻഡ് ഫ്രം 26.23%. സ്റ്റേറ്റ്
പ്ലാൻ ഔട്ട്ലേ ഇൻ 1997-98 ടു 22.54%. ഇതിൽ നമ്മൾ ഈ പ്ലാനിങ് എന്താ പറയുക ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വന്നിട്ട് നമ്മളുടെ പീപ്പിൾസ് പ്ലാനിങ് നടക്കുന്ന സമയത്തെ കഥ ഞാൻ പറഞ്ഞ സമയത്ത് ഏതാണ്ട് 26% എന്ത് ചെയ്തിരുന്നു അവർ കൊടുത്തിരുന്നു എന്ന കാര്യം പറഞ്ഞു പോയിരുന്നു. അത് നിങ്ങൾ എത്രത്തോളം പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ 26 ഓർമ്മ നിൽക്കാനുള്ള സാധ്യത ഇത്തിരി കുറവ് തന്നെയാണ്. ഞാനും പറയുന്നു, ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അവകാശപ്പെടാത്ത എന്തായാലും പറ്റില്ല, അതുകൊണ്ട് അവകാശപ്പെടുന്നുമില്ല. 26.3 ഈ സാധനങ്ങളുടെ കാര്യം ഞാനത് സ്ലൈഡിലേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് സ്ലൈഡ് തപ്പിയാൽ എനിക്ക് അറിയുള്ളൂ. 26.3യുടെ അടുത്തേക്ക് എന്താണ് ആദ്യം തന്നെ ഇവർ 97-98 സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർ? അത് കഴിഞ്ഞിട്ട് പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കുറഞ്ഞു വരികയാണ്. മനസ്സിലാണ്? പീപ്പിൾസ് പ്ലാനിങ്ങിനെ കേരള ഡെവലപ്മെന്റ് പ്ലാൻ എന്ന തലത്തിലേക്ക് മാറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത് കുറഞ്ഞ് വരികയും ചെയ്യുന്നുണ്ട് പിന്നീട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ലോജിക്ക് ഓർക്കാൻ എത്ര ഈ സെക്കൻഡ് അല്ലെന്നൊക്കെ എനിക്ക് തോന്നുന്നു വേഗത്തിൽ പറ്റുമെന്ന് തോന്നുന്നു. സെക്കൻഡൊക്കെ അപ്പം തന്നെ കളയാൻ പറ്റുമെന്ന് തോന്നുന്നു. 1ഉം 3ഉം തമ്മിൽ എന്താണ് ചെറിയൊരു ഒരു ഇടി നടന്നിട്ട് 3ലേക്ക് ആ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എത്താനായിട്ട് ചിലപ്പോൾ സാധിക്കുമായിരുന്നു. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? 10th 5-year പ്ലാൻ ഡീസെൻട്രലൈസേഷൻ പ്രോഗ്രാം ഇൻ കേരള വാസ് റീസ്ട്രക്ചേർഡ് ആൻഡ് റീനെയിംഡ് കേരള ഡെവലപ്മെന്റ്. പറഞ്ഞിട്ടില്ലേ? ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാണ് 3 വരുന്നത്? ഇൻ ദ 11th 5-year plan period, the entire process of decentralization was revamped by giving stress to concept of people's planning. ഇതിൽ ചെറിയൊരു ഇഷ്യൂ വരാനുള്ള സാധ്യത 11th 5-year പ്ലാനിൻ്റെ സമയത്ത് ഈ IT-യുടെ ഉപയോഗമൊക്കെ അല്ലേ നടന്നത്, അതല്ലേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നത് എന്നൊരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ പേരിൽ അത് റേസ് ചെയ്യാൻ പറ്റും. പീപ്പിൾസ് പ്ലാനിങ് എന്നതിലാണോ IT-യുടെ ഉപയോഗം അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ലേ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്കത് അറിയില്ല, നോക്കേണ്ടി വരും. ഓൾസോ സെക്കൻഡ് നോക്കുമ്പോൾ ദ അമെൻമെൻറ്റ് ഓഫ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1992 അമെൻമെൻറ്റ് ഇറ്റ് പ്രൊവൈഡഡ് ദ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് ഫോർ ക്രിയേറ്റിംഗ് ഫങ്ഷണൽ കേരള പഞ്ചായത്ത് ആക്ട് 92 എന്നാണ് പറയുന്നത്. അപ്പോൾ 94 ആക്ടാണോ ഉദ്ദേശിച്ചത്? അതിൻ്റെ തെറ്റാണോ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് 2 എന്ത് ചെയ്യാണ് എടുത്ത് കളയേണ്ടി വരും. നമുക്ക് അതിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. സോ ആ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 and 3 മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആൻസർ കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കൂ, പുരാ മോഡൽ. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏതാണ്ട് എന്താ പറയുക ഈ കാര്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രിഡ്ജിങ് ദ റൂറൽ അർബൻ ഗ്യാപ്പ് എന്നതിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. ഞാൻ എത്തിച്ചിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ ബി എന്ന ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മൊത്തം വായിച്ചപ്പോൾ ലോജിക്കലി തോന്നിയതായിരുന്നു. അലൈനിങ് അർബൻ ഡെവലപ്മെൻറ്റ് ഇൻ ലൈൻ വിത്ത് പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് നിയോ ലിബറൽ പോളിസീസ്, bridging the rural-urban divide in India, ensuring division of power in favor of states in India, ensuring fast and efficient urbanization in India. ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് അർബനൈസേഷൻ എന്ന തലത്തിലേക്കൊക്കെ പോവാം. എനിക്കറിയില്ല എത്രത്തോളം പറ്റുമെന്ന്. പക്ഷേ ഇതിൽ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് ഈക്വാലിറ്റി എന്ന തലത്തിലേക്ക് അദ്ദേഹം എപ്പോഴും കാര്യങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഫാസ്റ്റ് ഗ്രോത്തിനേക്കാളും അദ്ദേഹം ആളുകൾക്കൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് പോകാറുള്ളത്. ഹെൻസ് ബ്രിഡ്ജിങ് ഓഫ് റൂറൽ അർബൻ ഡിവൈഡ് എന്ന തലത്തിലേക്ക് അബ്ദുൽ കലാം എന്ന പേര് കൊണ്ട് ഇതിലേക്ക് നമുക്ക് എന്താണ് ഒന്ന് സൂം ഇൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആ ഒരു ലോജിക്ക് ഉപയോഗിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് പോകാനായിട്ട് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാകും. അടുത്ത നോക്കൂ, കേരളത്തിൽ ഏജിങ് ആയിട്ടുള്ള പോപ്പുലേഷനെ 60 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാരെ അവരുടെ എന്താ പറയുക ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ഈ ജെറിയാട്രിക് കെയർ ഏറ്റവും കൂടുതൽ എവിടെയാണ് കൊടുക്കുന്നതാണ് ചോദ്യം. കെയർ ഹോംസ് എന്നുള്ള ഒരു കാര്യങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അധികവും ലോജിക്കലി ആലോചിച്ച് നോക്കൂ, നമ്മളുടെ വീടുകളിൽ തന്നെയല്ലേ അവരുള്ളത്. അപ്പോൾ ഹൗസ് ഹോൾഡുകൾ എന്ന ചോദ്യം തന്നെ ആൻസർ തന്നെ ശരിയാവാനാണ് സാധ്യത. കെയർ ഹോമുകളല്ലെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. കെയർ ഹോംസ് എന്ന് പറയുന്നൊരു ഭാഗവും പലരും റേസ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ there is no income ceiling for reservation of scheduled castes and scheduled tribes in education and employment. Why is this considered necessary to achieve inclusive development? നമ്മളിത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യമൊക്കെ പൊളിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കൂട്ടുകാരോട് പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് റിസർവേഷൻ? എന്തുകൊണ്ടാണ് SC/ST കമ്മ്യൂണിറ്റിക്ക് ഇൻകം, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക 50,000 സമ്പാദിക്കുന്ന ഒരു എന്താ പറയുക ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾ 75,000 വെച്ച് സമ്പാദിക്കുന്ന ഒരു SC/ST കമ്മ്യൂണിറ്റിയുള്ള ഒരാൾ. അപ്പോൾ ചോദിക്കുകയാണ് ഇയാൾക്ക് എന്തിനാണ് റിസർവേഷൻ എന്ന് ചോദിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ SC/ST കമ്മ്യൂണിറ്റിക്ക് ഇത് കൊടുക്കുന്നില്ല. ക്രീമി ലെയർ ആർക്കുണ്ട്? SC/STയുടെ ഇടയിലും ക്രീമി ലെയർ അപ്ലൈ ചെയ്യണമെന്ന് ഈ അടുത്തായിട്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ നിലവിലുള്ള കാര്യം പറയുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം സോഷ്യൽ ആയിട്ടുള്ള നേച്ചറാണ്. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പൈസയുടെ ബേസിസിലല്ല, സോഷ്യലായി ആണ് കിടക്കുന്നത്. SC/STയിലുള്ള ഒരാൾ ഇത്ര പണം സമ്പാദിച്ചാൽ പോലും ഇപ്പോൾ ഒരു വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോഴും മറ്റും സോ കോൾഡ് ഹയർ കാസ്റ്റുള്ള ആളുകൾ ഒരു SC/ST കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ ഓപ്പൺ മൈൻഡായിട്ട് ഇപ്പോഴും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമോ?
ഈവൻ അത് SC കമ്മ്യൂണിറ്റി തന്നെ എത്തേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ജാതിപരമായിട്ടുള്ള അത്തരം വേർതിരിവുകൾ എന്താണ് നിൽക്കുന്നത്, ഒരു സാമൂഹിക തലത്തിലാണ്, സോഷ്യൽ നേച്ചറിലാണ്. അതുകൊണ്ടാണ് ഇത് സോഷ്യൽ നേച്ചർ മാറുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. പൈസ കിട്ടി, ഇൻകം കിട്ടി എന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇൻകം സീലിംഗ് ഇല്ലാത്തത്. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ലോജിക്ക്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടിരുന്ന ലോജിക്ക് ഇതായിരുന്നു. സോ ദ സോഷ്യൽ നേച്ചർ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നതാണ് ആൻസർ വരുന്നത്. അടുത്ത് നോക്കൂ, the Sustainable Development Goals of the United Nations, which has 2030 as the target year, represents a broader vision of development compared to the Millennium Development Goals, which came to an end in 2015. Which of the following represents the broader vision of SDGs? ഇതിലും എനിക്ക് ഒരു വിരുദ്ധാഭിപ്രായം ചെറുതായിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2030 17 ഗോൾസ് ഉണ്ട്. MDGs മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് 2015 കഴിഞ്ഞു. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനേക്കാളും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിലേക്ക് എന്താണ് അതിനെ ഒന്നുകൂടി ബ്രോഡർ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നു. പ്രൊട്ടക്ട് ദ പ്ലാനറ്റ് ആൻഡ് ഇംപ്രൂവ് ലൈഫ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ എൻഷുവർ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി എന്ന കാര്യവും എടുക്കാൻ പറ്റില്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നത് ഈ SDGസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് എല്ലാവരും പറയാറുണ്ട്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന തലം അതിലേക്ക് എടുത്തൂടെ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ദ പ്ലാനറ്റ് ആൻഡ് ഇംപ്രൂവ് ലൈഫ്സും സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റിയും ഏതാണ്ട് ഒരുപോലത്തെ ആൻസറുകളുമാണ്. സോ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് അവർ കൃത്യമായിട്ടുള്ള ഒരു ഡിവൈഡ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യം 76. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് യു അസോസിയേറ്റ് വിത്ത് വിമൻസ് എംപവർമെൻറ്റ്? എന്താണ് മൊബിലൈസേഷൻ ഓഫ് പൂവർ വിമൻ ടു അച്ചീവ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി? ലൈവ്ലിഹുഡ് സെക്യൂരിറ്റിയാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്ത് കൊടുക്കുന്നത്, ഒരു ഗ്രോത്ത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ബാക്കിയൊക്കെ എന്താണ് ഇതിൻ്റെ ഭാഗങ്ങളായി പറയാം. പക്ഷേ ഏറ്റവും കൃത്യമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ബി ആയിരിക്കും. ഇനി വിമൻ ഇൻ ഡെവലപ്മെൻറ്റ് WID അപ്രോച്ചിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇതിൽ കുറച്ച് ആളുകൾ ക്രിട്ടിക് ഓഫ് ഡെവലപ്മെൻറ്റ് ഫ്രം ജെൻഡർ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിരുന്നു. അത് ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ഭാഗമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഭാഗം വരുന്നത് ട്രെയിനിങ് ഫോർ വിമൻ ടു എൻ്റർ ലേബർ മാർക്കറ്റ് എന്നതാണ് കുറച്ചുകൂടി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്. പക്ഷേ ഡിയും ചില ആളുകൾ റേസ് ചെയ്തിരുന്നു എന്ന് കൂട്ടുകാരെ അറിയിച്ചതാണ്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ബിക്കമിങ് എ മെമ്പർ ഓഫ് ട്രേഡ് യൂണിയൻ? ഒരു ട്രേഡ് യൂണിയനിലെ മെമ്പർ ആവുന്ന സമയത്ത് ഒരു ഒരു പുവർ ഫാമിലി വർക്കറിനെ സോഷ്യൽ ക്യാപിറ്റൽ അയാളുടെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? എന്താ സോഷ്യൽ ക്യാപിറ്റൽ? സമൂഹത്തിൽ അയാൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് സമൂഹത്തിലേക്കുള്ളൊരു വാല്യൂ അയാളുടെ കൂട്ടുന്നത് എന്തായിരിക്കും എന്നാണ് ഇവിടെ ഏതാണ്ട് ചോദ്യമായിട്ട് വരുന്നത്. അതെന്താ അറിയോ? ബൈ ഫോമിങ് ന്യൂ റിലേഷൻസ്. ശരിയാണ്. പക്ഷേ ബിയും സിയും ഇല്ലെന്ന് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നോക്കൂ, തീർച്ചയായിട്ടും അയാൾ ട്രേഡ് യൂണിയനിൽ വരുമ്പോൾ അയാൾക്ക് പുതിയ സോഷ്യൽ റിലേഷൻസ് കിട്ടും. അയാൾക്ക് ഒന്നുകൂടി അയാൾക്ക് സ്ട്രെങ്തൻ ചെയ്യപ്പെടും അല്ലേ. ഇനി ഒറ്റയ്ക്കുള്ളതിനേക്കാളും കൂടുതൽ ട്രേഡ് യൂണിയനിൽ വരുമ്പോഴല്ലേ അയാൾക്ക് ലേബർ റൈറ്റ്സുകളും മറ്റും അയാൾക്ക് ശക്തമായിട്ട് അയാൾക്ക് ലഭിക്കാൻ സാധ്യത. ഓൾസോ ഒരു വേജിന് വേണ്ടി ബാർഗെയിൻ ചെയ്യുമ്പോൾ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലേ അയാളെ അവിടെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാൻ സാധ്യത. സോ ബിയും സിയും കൂടി അതിലേക്ക് വരേണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സാധിക്കും. പക്ഷേ അത് ഉറപ്പിച്ച് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ റൈറ്റ്സ് അറിയാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ പോരെ എന്ന് വേണമെങ്കിൽ തിരിച്ച് ചോദിക്കാം. ഹയർ വേജസിന് വേണ്ടി ഒറ്റയ്ക്ക് പോയി ചോദിച്ചൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമുണ്ടോ ചോദിച്ചാൽ അല്ലാതെയും പറ്റും. പക്ഷേ ട്രേഡ് യൂണിയനുകളുടെ പ്രധാനപ്പെട്ട രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനും കൃത്യമായ കൂലി നേടിയെടുക്കുന്നതിന് വേണ്ടി കൂടി ആയതുകൊണ്ട് സോഷ്യൽ ക്യാപിറ്റൽ എന്ന തലത്തിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അത് ചോദ്യം നോക്കൂ, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് എ ജെൻഡർ ബജറ്റ്. നമ്മൾ ജെൻഡർ ബജറ്റ് ക്വിസായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ക്വിസായിട്ട് നമ്മൾ ഇട്ട സമയത്ത് ജെൻഡർ ബജറ്റ് എന്ന ടേം നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിരുന്നില്ല. ഇവിടെ അടിയിലത്തെ ഒരു ഓപ്ഷൻ എൻ്റെ കട്ടായി പോയിട്ടുണ്ട്. ജെൻഡർ ബജറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. എന്താ അറിയോ, അത് ബജറ്റ് എസ്റ്റിമേറ്റുകളാണ്. ബജറ്റ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ടുവേർഡ്സ് വിമൻ ആൻഡ് ഗേൾസ്. അതായത് സ്ത്രീകൾക്കും ഗേൾസിനും വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ എത്ര എക്സ്പെൻഡിച്ചർ നടത്തിയിട്ടുണ്ട്, ഇതിൽ എത്രത്തോളം ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബജറ്റ് അവതരിപ്പിക്കലൊന്നും അല്ല. ബജറ്റിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി എത്രത്തോളമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് പല പല പ്രൊജക്റ്റുകളായിട്ട് കുറേ പോയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ കൂടി കണക്കാക്കിയിട്ട് നോക്കൂ, ഈ മൊത്തം ബജറ്റിൽ ഇത് ഇത്രയ്ക്കും സ്ത്രീകൾക്കായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പോവുകയില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ബജറ്റ് എസ്റ്റിമേറ്റ്സ്, ആക്ച്വൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇത് രണ്ടും സ്ത്രീകളും കുട്ടികൾക്കും വേണ്ടിയിട്ട് എത്രത്തോളം പോയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ജെൻഡർ ബജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലാണ്ട് അതൊരു സെപ്പറേറ്റ് ബജറ്റ് ഒന്നും അല്ല എന്ന് പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഏതാ? വൈ ആർ ബാങ്ക്സ് വില്ലിംഗ് ടു ഗീവ് ലോൺസ് വിത്തൗട്ട് കൊളാട്രൽ ടു വിമൻ ഓർഗനൈസ്ഡ് ഇൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ബട്ട് നോട്ട് ടു ഇൻഡിവിജ്വൽ? അത് ഇൻഡിവിജ്വൽ സ്ത്രീകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാതെ
വിമൺ കളക്റ്റീവുകൾക്ക്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കൊളാട്രൽ ഇല്ലാണ്ട് തന്നെ ലോണുകൾ കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ തന്നിട്ടുള്ളത് വിമൺ ഓർഗനൈസ്ഡ് ഇൻ SHGs റിസോൾവ് ഇൻഫർമേഷൻ അസിമെട്രി എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ഗിൽറ്റഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ഒക്കെ നമ്മൾ പറയില്ലേ, അതായത് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള സപ്പോർട്ടുള്ള സെക്യൂരിറ്റീസിന് ഒരു വാല്യൂ കൂടുമെന്ന് പറയില്ലേ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഗവൺമെൻറ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ അതുകൊണ്ടല്ലേ എന്ന ഈ ഒരു ഭാഗം കുറേ പേര് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കും ഗവൺമെൻറ് ബാക്കിംഗ് ഈ രീതിയിൽ ലോൺ എടുക്കുന്ന സമയത്ത് കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു കാര്യവും നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കില്ലേ. സോ വിമൻ ഓർഗനൈസ്ഡ് ഇൻ SHGs റിസോൾവ്സ് ഇൻഫർമേഷൻ അസിമെട്രി എന്ന് പറയുന്നൊരു ഭാഗമാണ് PSC എന്ത് തന്നിട്ടുള്ളത്, ആൻസറായിട്ട് തന്നിട്ടുള്ളത്. പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, നോക്കൂ, ഇത് രണ്ടും ഇവർ എന്തുകൊണ്ടാണ് ജോലിയിലേക്ക് അവർക്ക് അത്രയും കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. രണ്ടും കറക്റ്റ് അല്ലേ? അപ്രോപ്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷനും ഇഷ്യൂ ആണ്. സോ A and B തന്നെയാണ്. അതിൽ എനിക്ക് ഒന്ന് വലിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ചോദ്യം വലുതായി തന്നിട്ടുണ്ട്. ഒന്ന് ചിലർക്ക് ഇത് വിട്ടു പോയിട്ടുണ്ടാവും, പക്ഷെ ഒന്ന് വായിച്ചു നോക്കിയാൽ വേഗം എഴുതിയിട്ട് പോകാൻ പറ്റുന്നൊരു ചോദ്യം ആയിരുന്നു. ഇത് MG നരേഗ എന്തിനു വേണ്ടിയിട്ട് എന്ന ചോദ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു റെഡ്യൂസ് റൂറൽ അർബൻ ഡിസ്ട്രസ് മൈഗ്രേഷൻ, അല്ലേ? ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ ഡിസ്ട്രസ്ഡ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിനാണ് MG നരേഗ എന്ത് ചെയ്തത്, ഉപയോഗിച്ചിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പട്ടിക തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടുപിടിക്കലാണ്. നിങ്ങൾക്കറിയാലോ, ഈ പട്ടിക മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി കിട്ടിയ പെർസെൻറ്റ് അവരാണ് കൺസിസ്റ്റൻ്റ്ലി കൂടുതൽ. അതുകൊണ്ട് തന്നെ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്താണ് ട്രൂ ആയിട്ട് എടുക്കാൻ ചോദിക്കുന്ന സമയത്ത് C എന്തായാലും വരും, അല്ലേ? ഗ്രാജുവേഷൻ ഇംപ്രൂവ്സ് വിമൻസ് ചാൻസസ് ഓഫ് ബീയിങ് എംപ്ലോയിഡ്. ഗ്രാജുവേഷൻ സ്ത്രീകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂട്ടുന്നു എന്ന് നമുക്ക് ഈ പെർസെൻറ്റേജിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലേ? അടുത്തത് എന്തായിരുന്നു? അടുത്തത് ഈ വർഷം ചോദിക്കുന്നത്. നോക്കൂ, ബിറ്റ്വീൻ 2018 and 2021 എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ് ഫോർ ഓൾ ഗ്രൂപ്പ്സ് ബട്ട് മോസ്റ്റ് ഫോർ ദോസ് വിത്ത് മിഡിൽ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൽ വളരെ കുറഞ്ഞ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് നല്ല എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, കണ്ടോ? ഗ്രാജുവേറ്റ് ഹയർ ലെവലിലുള്ളവർക്ക് നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. ഈ മിഡിൽ ഗ്രൗണ്ടിൽ കിടക്കുന്ന ആൾക്കാർക്കാണ് ഉള്ളതിൽ കുറവ് എംപ്ലോയ്മെൻറ്റ് ചാൻസസ് ഉള്ളത്. പക്ഷേ 18-21 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇവരാണ് ഏറ്റവും കൂടുതൽ ജോലി കണ്ടെത്തി പോയത്. ഇൻക്രീസ് കണ്ടോ? ഈ കുറച്ച് സാധാരണ കൂടുതൽ കിട്ടിയ ഈ രണ്ട് കൂട്ടർക്കും വളരെ കുറവ് പെർസെൻറ്റേജ് ഗ്രോത്തേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇവർക്ക് വല്ലാണ്ട് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ എന്താ 18-21 ഇടയിൽ നടന്നത് കൂട്ടുകാരെ? അതാലോചിക്കണം. കോവിഡ്. എന്താ സംഭവിച്ചത്? കോവിഡ് ആണ് സംഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുകൊണ്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഇൻ വ്യൂ ഓഫ് ഓവറോൾ എക്കണോമിക് സിറ്റുവേഷൻ ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ കാലഘട്ടത്തിൽ ഓവറോൾ എക്കണോമിക് സിറ്റുവേഷനെ ആലോചിച്ചുകൊണ്ട് താഴെ തന്നിട്ടുള്ളതിൽ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ആ വ്യത്യാസം മനസ്സിലായോ നമ്മൾ ആലോചിക്കേണ്ടതിൻ്റെ? ഇവിടെ കോവിഡ് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? സിവിയർ എക്കണോമിക് ഡിസ്ട്രസ് അറ്റ് ഓൾ ദ ഹൗസ് ഹോൾഡ് ലെവൽ. ഹൗസ് ഹോൾഡുകളിലൊക്കെ വലിയ എക്കണോമിക് ഡിസ്ട്രസ് ഉണ്ടാവുകയും തന്മൂലം എന്ത് ചെയ്തു, ആർക്കൊക്കെ ജോലി ചെയ്യാൻ പോകാൻ പറ്റുമോ അവരൊക്കെ ജോലി തേടി പോകാൻ തുടങ്ങി. ഈ മിഡിൽ ഇൻകമുള്ള ആളുകൾ കൂടി ജോലി കണ്ടെത്താൻ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് കൂടിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഈ വാചകങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞതാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. പിന്നെന്താ വെച്ചാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ വിമൻ വിത്ത് മിഡിൽ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന തലം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷെ അത് എല്ലാ തലത്തിലുള്ള കൂട്ടുകാർക്കും എന്താണ് അത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്നു എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. സോ സിയിലേക്ക് തന്നെ പ്രത്യേകിച്ച് എന്താണ്, ഇൻ വ്യൂ ഓഫ് ഓവറോൾ എക്കണോമിക് സിറ്റുവേഷൻ ഡ്യൂറിങ് ദിസ് പീരീഡ് എന്നുകൂടി പറയുമ്പോൾ കോവിഡ് പീരീഡ് കൂടിയാണ്, നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് തന്നെ ആൻസറും കൊണ്ട് പോകേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യം ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ പാർട്ട് ഓഫ് 18 ഐറ്റംസ് 12th ഷെഡ്യൂളിൻ്റെ 18 ഐറ്റംസ് ഉള്ള കാര്യമാണ് ചോദിക്കുന്നത്. 1 and 3 മാത്രമാണ്, അത് ഡേറ്റ സ്പെസിഫിക് ആണ്. അടുത്ത എന്താ, വിത്ത് റെസ്പെക്ട് ടു ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. 2, 3 and 4 എന്നതാണ് എന്ത് ചെയ്യുന്നത് തന്നിട്ടുള്ളത്. 1, 3 and 4 അല്ലേ എന്ന രീതിയിലും ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നു. PSC തന്നിട്ടുള്ളത് 2, 3 and 4 ആണ് എന്ന് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓൺലി 3 and 4 ആണ്. അതായത് നമ്മളുടെ കൗൺസിലേഴ്സ് സീറ്റുകൾ എത്ര, പോപ്പുലേഷൻ, എന്താ പറയുക, ഇതിൻ്റെ ബന്ധം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അത് ഫാക്ച്വൽ ഡേറ്റ റിലേറ്റഡ് കാര്യങ്ങളാണ്. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എബവ്
അബൌട്ട് ദ വാർഡ് കമ്മിറ്റി ഈസ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. എഗെയിൻ സെയിം ആണ്. മുനിസിപ്പാലിറ്റികൾ ഇതേപോലെ തന്നെ എന്താ പറയുന്നത്, പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടതും വാർഡ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ പറയുക ഫാക്ച്വൽ കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ കടക്കാൻ നിൽക്കുന്നില്ല. എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അമൃത് സ്കീമിനെ കുറിച്ചാണ് അതുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത് സ്കീമിനെ കുറിച്ച് കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അമൃത് സ്കീമുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, എഗെയിൻ ഫാക്ച്വൽ കാര്യങ്ങളാണ്. ഓൺലി 1 and 4 ആണ് ശരിയായിട്ട് വരുന്നത്. ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി വിത്ത് റെസ്പെക്ട് ടു എ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ പഠിച്ചിട്ടുള്ളല്ലേ കൂട്ടുകാരെ, ഇതിൽ പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിൽ എന്താ പറയുന്നത്, ഇത് കൺസോൾട്ടേഷൻ, നമ്മൾ നേരത്തെ ഒരിക്കലും കണ്ടിരുന്നു അല്ലെ, കൺസോൾട്ടേഷൻ ഓഫ് പ്ലാൻസ് ആണ്. ഡിസ്ട്രിക്ട് കളക്ടർ ഈസ് എക്സ് ഒഫീഷ്യോ ആൻഡ് സെക്രട്ടറി അല്ലെ, മെമ്പർ സെക്രട്ടറി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചെയർമാൻ ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ശരിയാണ് അല്ലെ. 1, 2 and 3 ശരിയാണ്. ഇവിടേക്ക് വരുന്ന സമയത്താണ് മാറ്റം വരുന്നത്. 1, 2 and 3 ആണ് ശരി. PSCയും അതേ കീ തന്നെയാണ് തന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇനീഷ്യേറ്റീവ് ഓഫ് നീതി ആയോഗ്. ഇത് പ്രശ്നമുണ്ടോ? ഒട്ടും പ്രശ്നമില്ലല്ലോ. പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ 96 കേരളത്തിൽ തുടങ്ങിയ പരിപാടിയാണ് അല്ലെ. പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ നീതി ആയോഗമായിട്ട് ബന്ധമില്ല. അപ്പോൾ 4 മാത്രം എടുത്ത് മാറ്റിയാൽ മതി. 1, 2 and 3 ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ബാക്കി എല്ലാത്തിലും 4 വരുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയൊക്കെ കളഞ്ഞിട്ട് ബിയിലേക്ക് നമുക്ക് സുഖമായിട്ട് പോകാവുന്നതേ ഉള്ളൂ. അടുത്ത ഏതാ, ഹരിത കേരള മിഷനാണ്. ഓൺലി 2 മാത്രമാണ് ഇതില്ലാത്തത്. സബ്മിഷനുകളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്, അത് മാത്രമാണ് ഇല്ലാത്തത്. ബാക്കിയെല്ലാം ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടുള്ളവയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്താ പറയുക, നമ്മൾ ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ഏതാണ്, നമ്മുടെ ONDCയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കമ്പനി വിച്ച് ലോഞ്ച് സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ടു പ്രൊമോട്ട് ഓപ്പൺ ഇന്റർചേഞ്ച് ബിറ്റ്വീൻ ഷോപ്പേഴ്സ്, ടെക്നോളജി പ്ലാറ്റ്ഫോംസ് ആൻഡ് റീറ്റെയിലേഴ്സ് എന്നുള്ളതാണ്. ബി ആണ് ഓപ്ഷൻ വരുന്നത്. ഞാൻ ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞു തരാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് മാത്രം അവസാനത്തേക്ക് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇവിടെ നോൺ വാല്യൂ ആഡഡ് വരുന്ന സമയത്ത് പേയ്മെന്റ് അല്ല, പകരം ഏതാണ്, പ്രിപ്പറേഷൻ ആണ് വരുന്നത്. 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിൽ പ്രിപ്പറേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പ്രിപ്പറേഷൻ ആണ്, പേയ്മെന്റ് അല്ല, പ്രിപ്പറേഷൻ ആണ്. അത് നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫാക്ടേഴ്സ്, ടൈം, കോസ്റ്റ്, കോംപ്ലക്സിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് സിറ്റിസൺ എക്സ്പീരിയൻസ്. ഇത് ഏതിന് വേണ്ടിയിട്ടാണ്, സർവീസ് ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ വരുന്നത്. അടുത്തത് ഇവിടെ ചില സ്ഥലത്തേക്ക് ചിലർക്കൊക്കെ ചില എന്താ പറയുക കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണോ എക്സ്പേർട്ട് സിസ്റ്റം ആണോ എന്നുള്ളത്. ഇത് അഗെയിൻ എന്താ പറയുക ഡയറക്ട്ലി നമ്മളുടെ ഗവേണൻസ് നിങ്ങൾ വായിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ കൺസെപ്റ്റ് അനുസരിച്ച് ആൻസർ എഴുതേണ്ട കാര്യങ്ങളാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം, ഇന്ററാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അഗെയിൻ നമ്മളുടെ ആ ഗവേണൻസിൻ്റെ അതേപോലത്തെ കാര്യങ്ങളും അതും വായിച്ച് നിങ്ങൾ പോയിട്ട് എഴുതേണ്ട ആൻസറുകളാണ്. ഗ്രാം സ്വരാജ് ഒക്കെ എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഗ്രാം സ്വരാജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഗ്രാം സ്വരാജിൻ്റെ ഒക്കെ അങ്ങനെ ചോദിച്ചതാണ്. ഇത് ജസ്റ്റ് അതുൽ എനിക്ക് 2-3 സ്ലൈഡുകൾ എടുത്തതാണ്. എനിക്ക് ആ ഭാഗങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയാത്ത കാരണം അതുൽ ആ ഭാഗത്തെ ചില സ്ലൈഡുകൾ ജസ്റ്റ് എടുത്ത് തന്നായിരുന്നു. അതുപോലെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചർച്ച ഏതാണ്ട് ഇതുവരെയാണുള്ളത്. അപ്പോൾ LSTAയുടെ ഈ പേപ്പർ 2 നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, കൺസെപ്റ്റുകൾ. അതായത് പ്രിലിംസ് എന്ന് പറയുന്ന ഭാഗം ഒരു ഡേറ്റ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന സമയത്ത് മെയിൻസ് എന്ന് പറയുന്ന ഭാഗം, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗവും കൺസെപ്റ്റുകളെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചർച്ച ചെയ്യുന്ന രീതികളിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് സർഫേസ് ലെവൽ പഠിച്ചു പോയാൽ നമുക്ക് പറ്റില്ല. നമ്മൾ വളരെയധികം നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് വളരെ നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. കുറേ പേര് വൈകിപ്പോയി ഇവിടെ എത്താൻ, സമയം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ ഉണ്ട്. കൺസെപ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പോയത്. അതിലെ ചില ലോജിക്കുകൾ, റിവിഷനുകൾ കൃത്യമായി നടത്താൻ സമയം കിട്ടിയവർക്ക്, പ്ലാൻ ചെയ്ത് പഠിച്ച കുറേ ആളുകൾക്ക് ആ കൺസെപ്റ്റുകളും PDF-കളും വായിച്ച് മനസ്സിലാക്കിയ കുറേ ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എത്രത്തോളം പേര് സക്സസ്ഫുൾ ആയിരുന്നു അതിലെന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലും ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. താങ്ക് യു എവരിവൺ.